الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله روحي فداك يا رسول الله روحي فداك يا رسول الله روحي فداك يا رسول الله. ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ, മറ്റ് സുന്നി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ, സമസ്ത കൂട്ടിയും സുന്നി കൂട്ടിയും മാത്രം പറയുന്ന പ്രാസ്ഥാനിക സംഘ കുടുംബത്തിലെ അതിൽ അഭിമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വേദിയിൽ ആമുഖങ്ങളുടെ ആവശ്യം ഇല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആമുഖം 2 ദിവസം മുമ്പ് ഇവിടെ കഴിഞ്ഞുപോയി. ഇനി പറയാനുള്ളത് അതിൻ്റെ കാമ്പെന്തായിരുന്നു, അതെന്തായിരുന്നു എന്നാണ്. അതിന്റെ പ്രാരംഭം തന്നെയാണ് ഞാൻ പറഞ്ഞത്. സുന്നി എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന, സുന്നി എന്ന് കേട്ടാൽ ചോര നരമ്പുകളിൽ തിളച്ചുയരുന്ന, സുന്നി എന്ന് കേൾക്കുമ്പോൾ അത് തങ്ങളുടെ പാരമ്പര്യത്തിന്റെ പൈതൃകമാണെന്ന് ബോധ്യമുള്ള ഒരു തലമുറയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഒരാൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മാത്രമാണ് സുന്നി എന്ന് പറയാൻ അവകാശി, അത് പറയാനുള്ളയാൾ ഞാൻ മാത്രമാണ്, എന്റെ കൂടെ വരുന്നവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭിന്നിപ്പിക്കാൻ രംഗത്ത് വന്നത്. പക്ഷേ കാലം കൊടുത്ത തിരിച്ചടിയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ നാടിന് കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് സുന്നി എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ ഒരു പുതിയ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നു സമസ്തയുടെ കീഴിൽ. അതിന്റെ പേര് അവരെന്നാണ് പോലും. എവിടെ പോയി നിങ്ങളുടെ സുന്നി? എവിടെ പോയി നിങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പ്രയോഗിക്കാറുള്ള സാധാരണ പ്രയോഗത്തിന്റെ അംശങ്ങൾ എവിടെ പോയി മറഞ്ഞു? നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ സംശയിക്കുന്നു, ഒരു 3-4 കൊല്ലമായിട്ട് സുന്നി പറയാൻ നിങ്ങൾക്കിപ്പോ പേരിനും കച്ചവടത്തിന് പോലും നിങ്ങൾ സുന്നി പറയാറില്ല. ഇപ്പോ പണ്ട് പറഞ്ഞത് കച്ചവടത്തിനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ കച്ചവടത്തിന് പോലും സുന്നി ഉപയോഗിക്കാത്ത കാലമായി മാറിയിരിക്കുന്നു. കാരണം എന്തേ അറിയണം ഞങ്ങൾക്ക്. നേരത്തെ ഇവിടെ കാണിച്ചത് ഫോട്ടോയിലുള്ള തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവും മർക്കസിന്റെ മാനേജറും നിങ്ങളുടെ 60ാം വാർഷികത്തിന്റെ വൈസ് പ്രസിഡന്റുമായ സി മുഹമ്മദ് ഫൈലി ദുബൈയിൽ വെച്ച് ഞാൻ വഹാബിയാണെന്ന് അഭിമാനത്തോടെ പറയാറുള്ള, അഹ്ലെ ഹദീസുകാരനാണെന്ന് പറയാറുള്ള ഡോക്ടർ സാക്കിർ നായിക്കിന്റെ കൈ പിടിച്ചത് മുതലാണോ നിങ്ങളുടെ സുന്നി പോയത്? പറയണം നിങ്ങൾ. അല്ല, പുന്നാരപുത്രൻ അബ്ദുൽ ഹക്കീം അസ്ഹരി തന്റെ സ്ഥാപനമായ പൂനൂരിലെ മർക്കസ് ഗാർഡനിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും വലിയ നവീകരണവാദികളുടെ നേതാവും കോഴിക്കോട് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ ജിന്നില്ലാത്ത മുജാഹിദാണ് ഞാൻ പ്രസംഗിച്ച, അങ്ങനെയുള്ളയാളാണ് ഞാനെന്ന് പ്രസംഗിച്ച ഡോക്ടർ MESന്റെ നേതാവ് കൂടിയായ ഡോക്ടർ ഫസൽ ഗഫൂറിനെ കാരന്തൂർ മർക്കസിന്റെ കീഴിലെ പൂനൂരിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതിന് ശേഷം മകനിലുണ്ടായ മാനസാന്തരമാണോ സുന്നി പറയുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങളെ സുന്നി പിന്നെ പറയേണ്ടതില്ല. സൗദി അറേബ്യയിലെത്തിയപ്പോ നിങ്ങളെ സുന്നി പോയി, കവാത്ത് മറന്നു. ശംസുൽ ഉലമയ്ക്കെതിരെ കേസ് കൊടുത്തും പ്രശ്നങ്ങളുണ്ടാക്കിയും സമസ്ത ഭിന്നിപ്പിക്കാൻ രംഗത്ത് വന്ന നിങ്ങൾ
നിങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ട് കച്ചവടത്തിന്റെ മൂല്യങ്ങളും മൂലകങ്ങളും നിങ്ങളുടെ കയ്യിൽ വന്നണഞ്ഞപ്പോഴേക്ക് നിങ്ങൾ പറഞ്ഞ ആദ്യകാലത്തെ ആദർശത്തെ മറക്കാൻ നിങ്ങൾ തയ്യാറാവുകയായിരുന്നു, മറക്കുകയായിരുന്നു. മറന്നതിന്റെ ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും ബോധ്യപ്പെട്ടതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ സ്റ്റേജിലിരിക്കുന്ന നിങ്ങളിൽ നിന്നിറങ്ങി വന്നവർ മുഴുവനും. ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ തൊട്ടുമുമ്പ് ഇവിടെ സഅദി പറഞ്ഞുപോയില്ലേ, അതുപോലെയുള്ള ആളുകൾ മുഴുവൻ തിരിച്ചു പോന്നത് നിങ്ങളിലെ സുന്നി ഒലിച്ചുപോയത് കണ്ടതുകൊണ്ട് തന്നെയാണ്. ഉണ്ടായിരുന്ന സുന്നി കച്ചവടത്തിനായിരുന്നെങ്കിലും അത് ഒലിച്ചുപോയി എന്ന ബോധവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കാരണം എന്താ? കൊട്ടപ്പുറത്ത് പോയി വാദപ്രതിവാദം നടത്താൻ ശംസുൽ ഉലമ പിന്തുണ നൽകിയപ്പോ ശംസുൽ ഉലമ നൽകിയ ആത്മീയ പിന്തുണയുടെയും അറിവിന്റെയും പ്രതലത്തിൽ നിന്ന് മാത്രം സംവാദം നടത്തി വിജയിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം എന്തായിരുന്നു? അത് ശംസുൽ ഉലമ എന്ന ആ മഹത്തായ അറിവിന്റെ കേദാരത്തിന്റെയും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം തീർത്തൊരു കാലഘട്ടത്തിന്റെ വിപ്ലവ നായകന്റെ ഏറ്റവും വലിയ കറാമത്തിന്റെയും വിലായത്തിന്റെയും അടയാളമായിരുന്നു നിങ്ങൾ അവിടെ കണ്ടത്. നിങ്ങളൊരു മൈക്ക് മാത്രമായിരുന്നു അന്ന്. മാത്രമല്ല ശംസുൽ ഉലമ നിയോഗിച്ച 2 യുവപ്രതിഭകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതാരാ? ഒന്ന് നിങ്ങൾക്കെതിരെ ഇന്ന് ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മുസ്തഫൽ ഫൈലിയാണ്. മുസ്തഫൽ ഫൈലി പഠിപ്പിച്ച മലയാളവും കിതാബുകൾ ഇബാറാത്തുകളുമായിരുന്നു, എഴുതിത്തന്ന കുറിപ്പുകളായിരുന്നു നിങ്ങളുടെ സംവാദത്തിലെ മാസ്റ്റർ പീസുകൾ പലതും. മൗലവിയോട് മലയാളം അറിയില്ലേ മൗലവി എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് മലയാളം എഴുതി തന്നത് മുസ്തഫൽ ഫൈലിയാണെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. പിന്നെ രണ്ടാമതൊരാളുണ്ടായിരുന്നു, ചോദ്യങ്ങൾക്ക് മുമ്പേ ഉത്തരങ്ങൾ പറയാൻ കഴിവുള്ള ഏറ്റവും ശക്തനായ യുവപണ്ഡിതനും ആ കാലഘട്ടത്തിലെ സുന്നി കേരളത്തിന്റെ അഭിമാനവും തേജപുഞ്ചവുമായിരുന്ന ബഹുമാന്യരായ നാട്ടിക ഉസ്താദ്. അവിടുത്തെ ഖബറിടം അല്ലാഹു സ്വർഗപ്പൂവനമാക്കുമാറാവട്ടെ. ഈ 2 യുവപണ്ഡിതന്മാരുണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾ ആ സംവാദത്തിൽ ബിദ്അത്തിനെതിരെ വിജയിച്ചു പോന്നത്. അല്ലാതെ നിങ്ങളുടെ വിജയത്തിന്റെ കാരണം വിജയമാണതെന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 8 വർഷങ്ങൾ കഴിഞ്ഞപ്പോ കുവൈറ്റിലെത്തിയിട്ട് താരതമ്യേന ഏറ്റവും ചെറിയ അറിവില്ലാത്ത താടി മാത്രം നീണ്ട മുജാഹിദ് മൗലവിമാരുടെ മുന്നിൽ പോയപ്പോ മുട്ടുമടക്കി ഏത്തമിട്ട് പോന്നു. ഈ സമുദായത്തിന് മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോന്നു. ആ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് സുന്നി സമൂഹത്തെ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് വിൽപ്പന ചരക്കാക്കിയിട്ടാ പോന്നത്. ഉറപ്പല്ലേ? നിങ്ങൾ ശംസുൽ ഉലമയ്ക്കെതിരെ വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കാലമായിരുന്നു അത്. ആ ഒരു കാലത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ സുന്നി, നിങ്ങളെ കണ്ട് തെറ്റിദ്ധരിച്ച പാവപ്പെട്ട പ്രവർത്തകർ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇതെന്നെ കേൾക്കുന്ന ഓൺലൈനിലൂടെയും മറ്റും എന്നെ കേൾക്കുന്ന SSFന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങളുടെ നേതാക്കൾ വഞ്ചിക്കുകയാണിപ്പോൾ. മാന്യമായി ഞങ്ങളൊന്ന് പറയാം, ഞങ്ങൾക്ക് മാന്യതയുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ശംസുൽ ഉലമയെ കണ്ടവരാണ്, ഞങ്ങൾ കന്നിയത്ത് ഉസ്താദിനെ കണ്ടവരാണ്. അവരോടൊപ്പം കൂടിയില്ലെങ്കിലും വിശുദ്ധ ജീവിതത്തിന്റെ വിസ്തൃതമായ ഒരുപാട് പ്രതലങ്ങളെ, ജീവിത വിശുദ്ധിയുടെ അടയാളങ്ങളെ അവരിൽ ഞങ്ങൾ വായിച്ചെടുത്തിട്ടുണ്ട്, അവരെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ മാന്യതയോടെ പെരുമാറാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ തട്ടിപ്പുകളെ ബോധ്യപ്പെട്ടപ്പോ ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ടാണ്. പക്ഷേ വരും തലമുറയുടെ കാര്യം പറയട്ടെ പ്രിയപ്പെട്ട ഉസ്താദേ, ഇവർക്ക് ബോധ്യപ്പെടുകയാണ് നിങ്ങളെക്കുറിച്ചെങ്കിൽ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ ഒരു അംശം ഇവർക്ക് ബോധ്യപ്പെട്ടാൽ, നിങ്ങൾക്കൊപ്പം ഇപ്പോൾ വന്ന് സിന്ദാബാദ് വിളിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ കുറച്ചുകൂടി സുഖമുണ്ട്. പുതിയ സംഘടനക്ക് വരെയല്ലേ, കടപ്പുറത്തുള്ളവരെയും കൂടി സംഘടിപ്പിക്കല്ലേ, തല്ല് കിട്ടുകയാണെന്ന് നല്ല വേദന ഉണ്ടാവും. ആ സംഘടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ കൂടെയുള്ള ഈ പ്രവർത്തകർക്ക് നിങ്ങളുടെ കള്ളത്തരത്തിന്റെ പൊള്ളത്തരത്തിന്റെ ബോധ്യങ്ങളുണ്ടായാൽ അവർ ചെയ്യാൻ പോകുന്നത് ചെറിയ പണിയായിരിക്കില്ല. ബുഷിനെതിരെ, ഒബാമക്കെതിരെയൊക്കെ ശത്രുക്കൾ ചെരുപ്പ് വലിച്ചെറിയുന്നത് പോലെ നിങ്ങളുടെ മുഖത്തിന് മുന്നിൽ മർക്കസിലെ ഓഫീസിൽ വന്ന് ചെരുപ്പ് വലിച്ചെറിയുന്ന ദിവസമുണ്ടാകും. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട്, അത്തരക്കാരുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകൂട്ടി ഞങ്ങൾ പറയാണ്, നിങ്ങൾ ഉസ്താദിന്റെ ചെരുപ്പ് എറിയരുത്, വേണമെങ്കിൽ അതവിടെ പെട്ടിയിലാക്കി സൂക്ഷിച്ചിട്ട് അതും വെള്ളത്തിൽ മുക്കിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം.
കളവുകൾ മാത്രം പറഞ്ഞു വരുന്ന. എനിക്കിവിടെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമ്മേളനത്തിന്റെ ഈ സെഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ വിഷയത്തിലേക്കൊന്നും കൂടുതൽ പോകാതെ അല്പം മാത്രം പറയുന്നു. ഇവിടെ ഇസ്മായിൽ സഖാഫി ഉസ്താദ് ഉണ്ട്, ശേഷം മഗ്‌രിബിന് ശേഷം നമ്മുടെ പ്രഗത്ഭരായ നേതാക്കളും പണ്ഡിതന്മാരും പറയാനുണ്ട്. കളവുകൾ മാത്രം പറയാം. അവിടെ പ്രസംഗത്തിന് വന്നു ബഹുമാന്യദേഹം, നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറയാം മാന്യദേഹം. ആ മാന്യദേഹം വന്നു. ആ ദേഹം വന്നിട്ട് ഇവിടുന്ന് ദേഹത്തിന് ബോഡി എന്ന് ഇംഗ്ലീഷ് പറയാട്ടോ. ആ മനുഷ്യൻ വന്ന് ഇവിടുന്ന് പ്രസംഗിച്ചു. എന്താ? ഞാൻ ഈ വേദിയിൽ നിന്ന് പുറത്തേക്ക്, ഞാൻ ഈ വേദിയിൽ നിന്ന് മെയിൻ ഗേറ്റിൽ നിന്ന് സ്റ്റേജിലേക്ക് എത്താൻ 1 കിലോമീറ്റർ നടന്നു. ഇത് ഞാൻ പ്രസംഗത്ത് കേട്ടു. ഇവിടെ വന്ന് ഞാൻ നേരത്തെ വന്നിരുന്നു. ഞാൻ നേരെ വേദിയിലേക്ക് പോയിട്ട് അവിടുന്ന് വീഡിയോ എടുത്തു. ആ 1 കിലോമീറ്റർ ഇതവിടെ നിങ്ങൾക്ക് ഇപ്പൊ കാണാ വീഡിയോ. പച്ചക്കള്ളം ദുനിയാവ് പറയുന്ന ഈ മനുഷ്യന്റെ കള്ളത്തരത്തിന്റെ രൂപഭാവങ്ങളുടെ രീതിശാസ്ത്രം പൂർണ്ണമായി അറിയുന്നതുകൊണ്ടല്ലേ ഞാൻ പോയത്. പോയി നോക്കുമ്പോ ഇവർ 25,000 മദ്രസന്റെ കണക്ക് പോലെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഇവർക്ക് പൂജ ഒരുപാട് കൂടുതലാണ്, എല്ലാം സംപൂജ്യരാണ്. അതുകൊണ്ട് തന്നെയാണ്. ആ നിലയിൽ പോയി നോക്കുമ്പോ ആ ജംഗ്ഷനിലെത്തിയപ്പോ അവിടെ ഒരു ബോർഡ് ഒന്ന് കാണിച്ചു കൊടുത്താൻ പറയാം. ആ ബോർഡ് മൂപ്പര് ഇറങ്ങിപ്പോയി മെയിൻ ഗേറ്റിൽ നിന്ന് സ്റ്റേജിലേക്ക് 1 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. എന്നാൽ ഈ ഗ്രൗണ്ടിലെ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ ഇവർ വെച്ച ബോർഡ് ഒന്ന് വായിച്ചു നോക്കി. എത്ര മീറ്ററാണ്? താജുൽ ഉലമ നഗറിലേക്ക് 500 മീറ്റർ. എന്റെ ഉസ്താദെ, നിങ്ങൾ ഈ പരിപാടി എടുക്കുമ്പോ ഞങ്ങളാ ഇപ്പുറത്തുള്ളതെന്നുള്ള ഓർമ്മ വേണ്ടേ? നിങ്ങൾ പണ്ട് തുടങ്ങിയ ആ പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നു. ഒന്ന് ഇതൊക്കെ ഒന്ന് ഒരു പുതിയതാക്കിയിട്ട് ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചൂടെ? പഴയ കള്ള് പഴയ കുപ്പി തന്നെ നിങ്ങൾ ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. കുപ്പി പോലും മാറ്റിയിട്ടില്ല. എന്നാ കണ്ടോളൂ, നിങ്ങൾ 1 കിലോമീറ്റർ കാണാൻ നിങ്ങൾക്കിപ്പോ. ആ 1 കിലോമീറ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണുന്നുണ്ടല്ലോ. 1 കിലോമീറ്റർ കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ആ റോട്ടിൽ നിന്ന് അവിടത്തേക്കുള്ള 1 കിലോമീറ്റർ. സമർക്കന്ത് നഗരിയുടെ 65% മാത്രമേ ആ ഗ്രൗണ്ട് തന്നെ ഉള്ളൂ. പിന്നെ അതിന്റെ ബാക്കിലെ കുറെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റേജ് കിട്ടിയത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ബാക്കിലേക്ക് ആർക്കും പ്രവേശനമില്ല. എങ്ങനെ ഉണ്ടാവും? പണ്ടൊരാളൊരു മിമിക്രി ആർട്ടിസ്റ്റ് വന്നിട്ട് പറഞ്ഞത്ര എനിക്ക് 35 രൂപത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അയാളോട് ചോദിച്ചു, എന്നാ പിന്നെ അത് തുടങ്ങുക. അപ്പൊ മൂപ്പര് പറഞ്ഞു 1 എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി. പിന്നെ 2, 3, 4, 5, 8 വരെ എനിക്ക് ശബ്ദത്തിന് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. 9 ഇങ്ങനെയാണ്. പിന്നെ 28, 29 ഇങ്ങനെയാണ്. 30 അതുപോലെയാണ്. പകുതി മൂപ്പരവിടെ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്തു. ഗ്രൗണ്ടിന്റെ പകുതിക്ക് നിന്നാണ് തുടങ്ങിയത്. അപ്പുറത്തെ ബാക്കി ഭാഗത്തേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവരിത് കാണില്ലേ? ഇവരിത് കേൾക്കില്ലേ? എന്താ ഉസ്താദെ, നിങ്ങളെ സാലി സഖാഫി പറഞ്ഞതുപോലെ നിങ്ങൾ അനുയായികൾ മാത്രമാണ് ഇവിടെ വരുന്നത്? അല്ലല്ലോ, മറ്റു ജനങ്ങൾ ഇത് കാണുന്നില്ലേ? മറ്റുള്ളവരിത് കേൾക്കുന്നില്ലേ? ഈ വിധത്തിൽ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് തന്നെ അറിയാം. സമർക്കന്ത് കഴിഞ്ഞ് ഇപ്പോഴാണ്, സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോധ്യപ്പെട്ടത് സമർക്കന്തിന്റെ തൊട്ടടുത്ത് വെക്കണ്ടായിരുന്നു. എന്തേ? ഈ ഭാഗത്തുനിന്ന് ഈ വഴിയിലൂടെ കടന്നുപോയ സമർക്കന്തിലേക്കുള്ള വാഹനങ്ങളുടെ കണക്ക് പോലും ആയിട്ടില്ലത്ര ഇവിടെ വന്ന വാഹനങ്ങൾക്ക്. എന്നാല് ഞങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് മാത്രമല്ല, അങ്ങനെ കൂടി വരാനുണ്ടായിരുന്ന വണ്ടികൾ അവിടുന്ന് തിരുവനന്തപുരത്ത് മുഴുവൻ വന്നതുണ്ട്. മറ്റു ഭാഗങ്ങളിൽ നിന്ന് പാലക്കാടിൽ നിന്ന് വന്നതുണ്ട്. കണ്ണൂരിൽ നിന്നും കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ഈ പ്രദേശം വയനാട്ടിൽ നിന്നും മാത്രമേ ഈ ഭാഗത്തൂടെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സമ്മേളനം വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. ഒരു ബിരിയാണി കച്ചവടക്കാരൻ നമ്മൾ കണ്ടു. അതും പറയണമല്ലോ, ഇവരെ പരിപാടിയിൽ ബിരിയാണി കച്ചവടക്കാരൻ വന്ന് നോക്കിയിട്ട് പറയാണ്, സമർക്കത്തിൽ ഞാൻ കൊണ്ടുപോയതൊക്കെ വിറ്റു, 40,000 ചെലവായി. ഇവിടെ ഉള്ളതൊന്നും ചെലവാൻ വാങ്ങിയ ആളുകളൊക്കെ വാങ്ങി, എന്നിട്ടും ബാക്കി തന്നെയാണ്. അവസാനം 20 രൂപക്കും കൊടുത്തു നോക്കി. അത്രയും കച്ചവടമില്ല. ഇനി ഏപ്പിക്കാരെ തെളിവ് വയ്ക്കുന്നവരാണ് വരി. ഞാൻ പറഞ്ഞ ഒരാളെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ അത് കാണിച്ചു തരാൻ തയ്യാറാണ്. അപ്പൊ ആ വിധത്തിലേക്ക് സമുദായത്തിന്റെ മൊത്തം കുത്തക പറഞ്ഞ് നടന്നവർക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയാത്ത അവസ്ഥ വന്നു.
എന്തേ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ അവർക്ക് ആദർശത്തിൽ പരാജയം സംഭവിച്ചു, അഖീദയിൽ പിഴച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈമാനികമായി പിഴച്ചുപോയി എന്നാ പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ പിടിച്ചു പുറത്താക്കി എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. ആരെ? മഹാനരായ ശംസുൽ ഉലമയെ അന്ന് നിങ്ങൾ പുറത്താക്കി എന്നാ പറഞ്ഞത്. ആരെ? കണ്ണിയത്ത് ഉസ്താദിനെ. ഇന്ന് നിങ്ങൾ പറയുന്നു കണ്ണിയത്ത് ഉസ്താദ് വലിയാണ്, ശംസുൽ ഉലമ വലിയാണ് എന്നാ നിങ്ങൾ പറയുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും ശംസുൽ ഉലമക്ക് ഈമാനിൽ പിഴച്ച് ബിദ്അത്തുകാർക്ക് ഒപ്പം കക്ഷി ചേർന്ന് എന്ന് പറയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട AP വിഭാഗത്തിന്റെ പ്രവർത്തകരെ ചോദിക്കട്ടെ, ശംസുൽ ഉലമയുടെ അറിവിന്റെയും വിദ്യാഭ്യാസപരമായ ധിഷണയുടെയും വിദ്യാഭ്യാസപരമായി ഉണ്ടായിരുന്ന ഉൾക്കാഴ്ചയുടെയും 4 അയലത്തെത്താൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് മാത്രമല്ല, 25 കൊല്ലത്തെ വഴിദൂരം ജംഉം കസറുമാക്കുന്ന വൈദൂരം നിങ്ങളും ശംസുൽ ഉലമയും ബുദ്ധിയിലുണ്ട്, ആത്മീയതയിലുണ്ട്, വിശ്വാസത്തിന്റെ കാര്യത്തിലുണ്ട്, അഖീദയുടെ കാര്യത്തിലുണ്ട്, ആത്മീയതയുടെ കാര്യത്തിലുണ്ട്, ജീവിത വിശുദ്ധിയുടെ കാര്യത്തിലുണ്ട്, സാമൂഹിക ബന്ധങ്ങളുടെ കാര്യത്തിലുണ്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട സർവസ്പർശിയായ സർവകാര്യങ്ങളിലും അത്രത്തോളം വ്യത്യാസം നിങ്ങളും ശംസുൽ ഉലമയും തമ്മിലുണ്ട്. കാരണം എന്തേ? അന്ന് ശംസുൽ ഉലമയുടെ പേരിൽ നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന കാരണം എന്തായിരുന്നു? ഒരു കാരണമാണെന്ന് പറഞ്ഞത്, പാഠപുസ്തകത്തിൽ നിന്ന് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ബിദ്അത്തുകാരോട് സലാം ചെല്ലാൻ പാടില്ല എന്നതിൽ നിന്ന് ഈ 2 കക്ഷികളുടെ പേര് മാറ്റിയിട്ട് ബിദ്അത്തുകാരെന്ന് പറഞ്ഞാൽ മതി എന്ന് ശംസുൽ ഉലമ പറഞ്ഞു. അന്ന് ശംസുൽ ഉലമയോട് ചോദിച്ച ആളുകളോട് ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ പറഞ്ഞതും അന്ന് തന്നെ മറുപടിയിൽ പലരും പറഞ്ഞതാണത്. അന്ന് പറഞ്ഞത് കാര്യങ്ങൾ എന്തായിരുന്നു? ശംസുൽ ഉലമ പറഞ്ഞത് എന്താ? ബിദ്അത്തുകാർ ഇവിടെ മുജാഹിദും ജമാഅത്തും ആണെങ്കിൽ തെക്കൻ കേരളത്തിൽ എത്തിയാൽ തബ്ലീഗ് ജമാഅത്താണുള്ളത്. അതുപോലെ ഭാവിയിൽ വരാവുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് പിഴച്ച വാദങ്ങളുമായി വരുന്ന പിഴച്ച ത്വരീഖത്തുകാരുണ്ടാവും, പിഴച്ച പ്രസ്ഥാനങ്ങൾ പലരുമുണ്ടാകും. ഇതിനെ പ്രാദേശികമായും ഓരോ നാട്ടിലും ഓരോ കാലഘട്ടത്തിലുമുള്ളതിനെ നോക്കിയിട്ട് നമുക്ക് മുഴുവൻ എഴുതി വെക്കുകയാണെങ്കിൽ പാഠപുസ്തകമാകുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അത് മൂല്യത്തിന് കുറവാണ്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അത് തള്ളിക്കളയുന്ന വസ്തുതയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പാഠപുസ്തകത്തെ ആ വിധത്തിൽ പരിഷ്കരിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാർ അത് വിശദീകരിച്ചു കൊടുത്താൽ മതി എന്ന് ശംസുൽ ഉലമ അന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇനി വരുന്ന പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ടാകും, അതിനേക്ക് നമ്മൾ എന്തു ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ശംസുൽ ഉലമയെ പരിഹസിച്ചവരോട് ചോദിക്കട്ടെ, ശംസുൽ ഉലമ അന്ന് പറഞ്ഞ മുജാഹിദ് മാത്രം 15 ഗ്രൂപ്പായി പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ ദശാസന്ധിയിൽ ചോദിക്കട്ടെ, ശംസുൽ ഉലമ പറഞ്ഞ ആ ന്യായമനുസരിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഏത് മുജാഹിദിനെ കുറിച്ചാണ് പറഞ്ഞത്? നിങ്ങൾ മടവൂർ മുജാഹിദ്, ജിന്ന് മുജാഹിദ്, ജിന്നില്ലാത്ത മുജാഹിദ്, ജിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതുപോലെ ആട് മേയ്ക്കുന്ന മുജാഹിദ്, മീൻ പിടിക്കുമ്പോൾ പുഴയിലേക്ക് വീണ മുജാഹിദ്, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഇതിലേത് മുജാഹിദിനെ കുറിച്ചാണ് നിങ്ങളെ പാഠപുസ്തകത്തിൽ പറയുന്നത്? ഒരു മുജാഹിദിന്റെ വാദം മറ്റൊരു മുജാഹിദിന്റെ വാദത്തിനെതിരാണ്. ഒരു മുജാഹിദ് പറയുന്നത് തേങ്ങ പറിച്ചിടുമ്പോ തലയിലേക്ക് വീണ് ജിന്ന് മരിക്കുന്ന, മറ്റൊരു മുജാഹിദ് പറയുന്നത് നമ്മൾ ടേബിൾ അടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ ഉള്ളിൽ ജിന്ന് കൂടാൻ സാധ്യതയുണ്ട്. മറ്റൊരു മുജാഹിദ് പറയുന്നത് രാവിലെ സുബഹിക്ക് നമ്മെ വിളിച്ചുണർത്താനും വാഹന അപകടങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ തട്ടിമാറ്റാനും തേങ്ങ വീണ് തലയിലെത്തിയാൽ മരിച്ചു പോകുന്ന ജിന്ന് എന്നെ സഹായത്തിനെത്തും എന്ന് പറയുന്ന വിചിത്രവാദങ്ങളുടെ മുജാഹിദുകളാണ്. ഇതിലേതിനെയാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ളത്? ശംസുൽ ഉലമ പറഞ്ഞ് ശരിയല്ലേ? ഇന്ന് നമ്മുടെ ഉസ്താദുമാരോട് ബിദ്അത്തുകാർ ആരാണെന്ന് ചോദിച്ചാൽ ഈ വിധത്തിൽ പോയാൽ നമ്മുടെ ഉസ്താദുമാർ ചിലപ്പോൾ പറയും ചില ബിദ്അത്തുകൾ കുറച്ച്. ഇപ്പോഴാണ് നമുക്ക് സംഭവം മനസ്സിലായത്. പണ്ട് ബിദ്അത്തുകാരുടെ പേര് അവരത് മാത്രമായി ചുരുക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണുള്ളത്? കാരണം ഇന്നിപ്പോ പേരോടിന്റെ പേരായി എഴുതേണ്ടി വരും. കാരണം എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിഴലുണ്ടായിട്ടില്ല. അത് നൂറാണ്, പ്രകാശത്തിന്റെ പ്രോജ്വലിമയുടെ പ്രഭവ കേന്ദ്രമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിന് മലയാളത്തിലെ പദാവലികളെ കൊണ്ട് ഒരിക്കലും അർത്ഥകൽപ്പന നൽകാൻ പറ്റാത്ത അത്രയും വലിയ വിധാനത്തിലുള്ള ഏറ്റവും വലിയൊരു സംഭവമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു പദാവലി കൊണ്ടും അതിന് വിശദീകരിക്കാൻ കഴിയില്ല. അത്രത്തോളം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യപ്രകാശത്തിൽ നിഴലുണ്ടെന്ന് പറഞ്ഞാൽ ലോജിക്ക് എവിടെയാണോ അതിന്റെ ലോജിക്ക് പറയൂ. ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ അത്? എന്നിട്ട് മൂപ്പര് പറഞ്ഞെന്താ, ചിലപ്പോൾ നേലുണ്ടാവും, ചിലപ്പോൾ നേലുണ്ടാവില്ല.
ചിലപ്പോ പോലീസ് വരും, ചിലപ്പോ പിടിക്കൂല. അത്ര തന്നെ. എന്നിട്ടെന്താ കിട്ടിയത് നിങ്ങൾക്ക്? അല്ലാ, കുരുത്തക്കേട്. വേറെന്താ? നിങ്ങളെല്ലാവർക്കും കുരുത്തക്കേട് ഹോൾസെയിലായി കൊടുക്കാറില്ലേ? നിങ്ങൾക്ക് കിട്ടത് അഴിക്കുള്ളിലാക്കിയില്ല എന്നുള്ളൂ. അഴിന്റെ പുറത്ത് ഫോട്ടോ എടുത്തിട്ട് ബാക്ക് നോക്കിയാൽ അതിന്റെ ഉള്ളിലായി കാണും. ലോകകപ്പ് പിടിച്ചിരുത്തി സാധുവിന് ഏത് ദിവസം നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പുതിയൊരു വിവാദവും വാദവും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഹബീബിനെ പരിഹസിച്ച ആ തിരുപ്പിറവിയുടെ ദിവസം തന്നെയാ നിങ്ങൾ പോയിരിക്കേണ്ടി വന്നത്. നമ്മളെ നാട്ടിലെ കുട്ടികള് ദഫും മുട്ടി ബലൂണൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ നടക്കുമ്പോ മൂപ്പര് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഇരിക്കാൻ. ആ സന്തോഷത്തിൽ നിങ്ങൾക്കന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. ഇത് തിരിച്ചടിയാ. നിങ്ങൾക്കെന്നല്ല, നിങ്ങളെ പഠിപ്പിച്ചവർക്കും നിങ്ങൾക്കും, നിങ്ങൾ ഈ വഴിയിൽ പ്രചോദനം തരുന്നവർക്കും കയ്യടി തരുന്നവർക്കും സർവ്വക്കുള്ളതാത്. എന്താ? എന്നിട്ടിപ്പതാ മൂപ്പരൊരു ലേഖനുണ്ട്, ഇവിടെ വിതരണം ചെയ്തതാ. അത് കിട്ടിയപ്പോ ഞാനിങ്ങനെ വെറുതെ ഒരു പേപ്പറാന്ന് കരുതിയതാ. കിട്ടിയപ്പോ മനസ്സിലായത് ഇവരുടെ വിദ്യാഭ്യാസ എന്തോ ഒരു സംവിധാനമൊക്കെ ഉണ്ട്, അതിന്റെ കീഴിലിറക്കിയ ഒരു സപ്ലിമെന്റ്. അതില് AP അബൂബക്കർ മുസ്ലിയാർ ഇത് ചരിത്ര ദൗത്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിട്ട് ശ്ലാഘനീയമായ വിജയം പൊന്മള, പിന്നെ വൈജ്ഞാനിക മേൽവിലാസം അസ്ഹരി AP-ന്റെ മോൻ ശേഷുത ബഹുമാനപ്പെട്ട ഒരു ലേഖനം നന്മയുടെ നിർവഹണം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി SYS സംസ്ഥാന സെക്രട്ടറി. എന്നിട്ട് പറയാണ് മൂപ്പര് ലേഖനാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഇവിടെ വിതരണം ചെയ്തതാണ്. ഇത് കേട്ടാൽ ആരും ചിരിക്കരുത്, ഇത് മൂപ്പര് എഴുതിയ ലേഖനാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ധാർമ്മിക വികാസവും വളർച്ചയുമാണ് പ്രധാനമായും IAME ലക്ഷ്യം വെക്കുന്നത്. അതിന് ഉപയുക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ പ്രസ്ഥാനത്തിന്റെ പ്രയാണ വീതിക്കൊപ്പം നിർമ്മാണാത്മകമായ ഒരു അധ്യയനമാണ് IAME-യുടെ സാർത്ഥകമാകുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് സർവ്വവിധ ആശംസകളും അർപ്പിക്കുന്നു. എന്ത്? ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് ധാർമ്മികത പഠിപ്പിച്ചു കൊടുത്ത മൂപ്പരെ, നിങ്ങൾക്കറിയാലോ ആ ധാർമ്മികത. എന്നിട്ട് മൂപ്പര് എഴുതാണ്, എന്നിട്ട് ഈ കൂട്ടായ്മ അങ്ങനെ മുന്നോട്ട് പോയാൽ നല്ല കൂട്ടായ്മ. ഒരുപാട് കേസുണ്ട്, അന്വേഷിച്ചു, എല്ലാവരെയും കൂട്ടിക്കോ. നല്ല കൂട്ടായ്മ ഉണ്ടാക്കുക നിങ്ങൾക്ക്. ഈ കൂട്ടായ്മ മുന്നോട്ട് പോയാൽ സമൂഹത്തിന് ഗുണം ചെയ്യും. ഇവരെ സമ്മേളനം വളരെ രസകരമായിരുന്നു. ഈ സമ്മേളനത്തിൽ ഇറങ്ങിയ ഒരു പുതിയ സാധനം ഇത്. എന്താ ഈ സാധനത്തിന്റെ പ്രത്യേകത? നക്ഷത്രങ്ങളുടെ പ്രിയ നഗരം. അഥവാ പകല് ഒന്നുമില്ല, വെറും നക്ഷത്രം മാത്രമേ ഉള്ളൂ. എന്തിനെ കുറിച്ചാണെന്നറിയത്? നോളജ് സിറ്റി. അവിടെയുള്ള പരിപാടികളൊക്കെ നിർത്തി വെറും നക്ഷത്രങ്ങളുടെ നഗരമായി മാറിയത്. വെറും നക്ഷത്രം മാത്രമാണ് അവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് കോടതിയിലേക്ക് പറ്റിയ സാധന. അത് വേണ്ട, വക്കീൽ വാങ്ങിച്ചോളും പൈസ കൊടുത്തിട്ട്. ഞാൻ ഏതായാലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ഈ വിധത്തിൽ സമ്മേളനത്തിനിറക്കിയ ഓരോ സാധനം വളരെ രസമായിരുന്നു. ആ കൂട്ടത്തിലൊരു സാധനമാണിത്. ഓരോന്നെടുത്തു പറയാൻ സമയമില്ല. സമസ്ത മുശാവറയിലെ 40 ഗുരുമുഖങ്ങൾ. ഞാൻ നോക്കി ഇതിന്റെ ബ്രാക്കറ്റിൽ ഞാൻ മാന്നുണ്ടോ, പേരോടിന്റെ പേരൊക്കെ ഉണ്ട്, ഗുരുമുഖങ്ങൾ. എന്നിട്ട് ഇതിലിങ്ങനെ പറയുന്നുണ്ട് ഓരോന്നും. ഞാൻ വായിക്കുന്നില്ല കൂടുതൽ. ഓരോ ആളുകൾ ഫുൾ ഇതിനകത്തേക്ക് വരുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. എന്റെ നാട്ടിലെ ഒരു തങ്ങളുണ്ട്, തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാണ്, തങ്ങളെ പേര് എനിക്കറിയാം, എന്റെ നാട്ടിലാണ് ജനിച്ചത്, മാട്ടൂരാണ് മൂപ്പരുള്ളത്. ആ തങ്ങളെ പേര് ഇതിലുള്ളത് ലിയാഉൽ മുസ്തഫ. അങ്ങനെ ഒരു പേര് ഞങ്ങളെ നാട്ടിലുള്ള ഒരു തങ്ങന്മാരും ആ തങ്ങൾക്ക് ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങളെ നാട്ടുകാരും അങ്ങനെ വിളിച്ചിട്ടില്ല. ഈ കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പ് വരെ കേരളത്തിലെ ഒരു മനുഷ്യനും വിളിച്ചിട്ടില്ല. ഇപ്പൊ വരെ മുശാവറയിൽ എത്തി നോക്കുമ്പോഴേക്ക് മാട്ടൂൽ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങളുടെ പേര് ലിയാഉൽ മുസ്തഫയായി. ഇവരുടെ ഇങ്ങനൊരു പുസ്തകം ഇറക്കിക്കൊണ്ടൊരു കാര്യമുണ്ട്. ഇവരെ 40 അംഗ മുശാവറയിൽ 40 വയസ്സുള്ള ആളുണ്ട്, 24 വയസ്സിൽ കയറി വന്ന ആളുണ്ട്, 30 വയസ്സിൽ വന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെയും ബയോഗ്രഫി ഉണ്ട്. ഇത് എത്രത്തോളം യോഗ്യമായ സംസ്ഥയാണിതെന്ന് ബോധ്യപ്പെടാൻ ഈ പുസ്തകം ഒരു പ്രാവശ്യം ബുദ്ധിയുള്ള ആളുകൾ വായിച്ചാൽ മതി. വളർത്തിയിട്ട് കോടതിയിൽ ഇപ്പം കേസ് നടത്തുന്നുണ്ട് ഈ മുശാവറ മെമ്പറുടെ പേര്. പിന്നെ വേറൊരാളുണ്ട്, അയാള് പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കെതിരെ മാത്രം വാചാലനായി സുഹൃത്തുക്കളോട് സംസാരിക്കാറുള്ള ഒരു സഖാഫി. ഇങ്ങനെയുള്ള ഇതിനകത്ത് ശരിക്കും ഇതിനകത്ത് നോക്കിയാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അവിടെ പല്ലുവേദന ഉണ്ടാവും, പല്ലുവേദനയ്ക്കുള്ള മരുന്നും ഉണ്ടാവും. ഇവർ പരസ്പരം ഏറ്റുമുട്ടാനുള്ള സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് തന്നെയുണ്ട്. ആ നിലയിലേക്ക് ഇവരുടെ അന്തഛിദ്രത വ്യക്തമാക്കുന്ന വലിയ തെളിവുകൾ ഇതിലുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. ശംസുൽ ഉലമക്ക് ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞവർ
അതിന്റെ നേതാവായി നിന്ന ബഹുമാന്യനായ മാന്യദേഹം, ആ മാന്യദേഹം സൗദി അറേബ്യയിലേക്ക് എത്തിയപ്പോ സൗദി അറേബ്യയിലെ പ്രഗത്ഭനായ പണ്ഡിതനെന്ന് അവർ പറയാറുള്ള ഷെയ്ഖ് സുദൈസിയെ കണ്ടുമുട്ടി. അദ്ദേഹം ലോകത്തറിയപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഞാൻ സലഫി ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയാറുണ്ട്. ആ വ്യക്തിയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും കൈപിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. ഷെയ്ഖ് സുദൈസിക്കൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിൽക്കുന്ന ഫോട്ടോ കാണുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരായ പഴയകാലത്തെ പ്രവർത്തകരോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഷംസുൽ ഉലമക്ക് ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. എന്റെ ചർച്ചയും എന്റെ വിഷയവും അതാണ്. ആദർശപരമായി പ്രാസ്ഥാനികമായി നിങ്ങൾ നടത്തിയ വഞ്ചനയുടെ കഥകൾക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ അനിവാര്യമായ തെളിവുകളിലെ പ്രധാനപ്പെട്ട ഒന്ന് മതി. ഇത് മതി. ഇയാളെക്കുറിച്ചും ഇയാളുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും ഇയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാൻ ഇത് മതി. ഈ ഒരു തെളിവ് മതി. ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യയിൽ പോയിട്ട് പാഠപുസ്തകത്തിലെ മുജാഹിദിന്റെ പേരൊഴിവാക്കി എന്നിവിടെ പറഞ്ഞ് സമസ്ത പിളർത്താൻ ശ്രമിച്ച പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദെ, പ്രിയപ്പെട്ട പേരോടെ, പ്രിയപ്പെട്ട ചിത്താരി ഹംസ മുസ്ലിയാരെ, പ്രിയപ്പെട്ട ദൈവബന്ധികളുടെ നേതാവായ പൊന്മണ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, അതുപോലെയുള്ള ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ച് നടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഷംസുൽ ഉലമക്കെതിരെയും ഈ സമൂഹത്തിനെതിരെയും പ്രസംഗിച്ച് നടന്ന പൂർവ്വകാലത്ത് 23 കൊല്ലം, 24 കൊല്ലം, 22 കൊല്ലം, 20 കൊല്ലം, 15 കൊല്ലം മുമ്പുള്ള പ്രസംഗങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഷംസുൽ ഉലമക്കെതിരെ നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഓർത്തു നോക്കൂ. എന്നിട്ട് ഈ കൈപിടിച്ചതിന് ഇതിന്റെ മറുപടി നിങ്ങൾ നൽകൂ. എനിക്കൊരു ചോദ്യമേ ഉള്ളൂ. സൗദി അറേബ്യയിലേക്കാണ് പോയത്. പോയി പിടിച്ചത് മുജാഹിദ് ആശയം ഉൾക്കൊള്ളുന്ന സുദൈസിയുടെ കയ്യിലാണ്. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഈ കൈ പിടിച്ചപ്പോ ഹായ് എന്നാണോ പറഞ്ഞത്? ഹലോ എന്നാണോ പറഞ്ഞത്? അസ്സലാമു അലൈക്കും എന്നാണോ പറഞ്ഞത്? പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. ഇതിന് മറുപടി പറയണം. ഇതിന് മറുപടി ഇല്ലാത്തതിന് മുഴുവൻ പ്രസംഗങ്ങൾ നടത്തി ഉള്ള അന്യദേശ തൊഴിലാളികളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്താൻ നോക്കി. കുറെ എണ്ണത്തിന് ഇരുത്താൻ നോക്കി. അപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞത്, ആ ചാനലിൽ കണ്ട ആളല്ല സ്റ്റേജിലുള്ളത്. 100 പേര് സ്ഥലം വിട്ടു. കാരണം പീഡനം നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ അധിപനാണ്. ഇനി എന്തൊക്കെ ഇവർക്കറിയില്ലല്ലോ ഇവിടെ എന്താ സംഭവിക്കാന്നുള്ളത്. പേരോടിനെ കണ്ട പരിചയം ഉണ്ടാവുമല്ലോ ജനങ്ങൾക്ക്. ചാനലിൽ കാണുമല്ലോ ഉപ്പര. അവിടെ കാണുകയാണ്. എന്നിട്ട് കാണിച്ചിട്ട് എന്താ ഉണ്ടായത്? ഇത് ഈ കൈ കൊടുത്തപ്പോ ഇവരുടെ സംഘടനക്കുള്ളിൽ ചർച്ചയുണ്ട്. പലരും ചർച്ച ചെയ്തു. ആ ചർച്ചകളൊക്കെ വന്നപ്പോ അതിനൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മൂപ്പർ എന്ത് ചെയ്താലും അത് വിശദീകരിക്കാൻ ഒരാളുണ്ട്. സ്വപ്നം കാണുന്ന ആളല്ല, ഇത് വേറെ ആളാണ്. അയാൾ നേരെ വന്നിട്ട് കൊട്ടപ്പുറം വെച്ചൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്ത് പറയാണ്, സുദൈസി എന്നുള്ള ലോക പണ്ഡിതൻ ഞങ്ങൾ സ്വീകരിച്ചു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, മദ്ഹബിനെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ കുറെ ഉണ്ട്. സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ കുറച്ച് മാത്രം ഇടാണ്. പേരോട് പറയുമ്പോൾ CD ഇറങ്ങുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട കാന്തപുരം നേതാക്കന്മാരും സത്യം പറഞ്ഞാൽ അയാളെ രോഷം കൊണ്ട് താഴെ വീണ് മരിക്കാനത് ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഉണർത്തുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ സൗദി അറേബ്യയിൽ ചെന്ന് പാവപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റ് പ്രവാസികളുടെ പ്രശ്നമൊക്കെ അധികാരികളെ വളരെ ഭംഗിയായി ബോധ്യപ്പെടുത്തി അവസാനം ഹറമൈനിയുടെ ഇമാമുൽ ഷെയ്ഖ് സുദൈസ്, ഇമാമുൽ ഹറമൈൻ, നിങ്ങളൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ടാകും. ആ ഇമാമുമായിട്ടുള്ള ബന്ധം ഇത്രയും കാലം ഇവരെന്താ പറഞ്ഞത്? മർക്കസിന് ശിലാസ്ഥാപനം നടത്തിയ മാലിക്കി മഹാനവറുകൾ, അവരോടൊപ്പം അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഷംസുൽ ഉലമ കുത്തിപ്പിടിച്ച വടിയുടെ അടിഭാഗം പിടിച്ച് ചുംബിച്ച മഹാനാണ് അദ്ദേഹം. ഷംസുൽ ഉലമയുള്ള കാലത്താണ് അദ്ദേഹം വന്നിട്ട് മർക്കസിന് ശിലാസ്ഥാപനം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കൊല്ലത്തിൽ 2-3 കൊണ്ട് പോരും. ഇനിയിപ്പോ അതാണ് അവസ്ഥ. ഞാനും
നമ്മളെ സക്കാഫികളായ മറ്റു ഉസ്താദന്മാരൊക്കെ ഞങ്ങൾ എല്ലാ പ്രസംഗത്തിലും പറയും ഞങ്ങൾ ആളുകളാണ് ഇന്ന് ബിരുദൊക്കെ വേണ്ടിയിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ തെളിവ് സഹിതം തന്നെ പലരെയും പേര് പറഞ്ഞു. ഞങ്ങൾ ആളുകളത്. അപ്പൊ ഈ പ്രാവശ്യത്തെ സമ്മേളനം കഴിഞ്ഞു നോക്കുമ്പോഴേക്ക് 13 ആളുകൾക്ക് ബിരുദം കൊടുത്തില്ല. എന്നാ ഇപ്പം ഞങ്ങൾ പറയട്ടെ 7 ആള് ഞങ്ങളാളാണ്, ബാക്കി നിങ്ങളതായിരിക്കും, കണ്ടെത്തിക്കോളൂ. എന്നിട്ട് അവർക്ക് ബിരുദം കൊടുത്ത് വിട്ടേക്ക്. ഞങ്ങൾ ആളുകൾക്ക് ബിരുദം വേണ്ട, ഞങ്ങൾ കാരന്തൂര് വെച്ച് അസക്കാഫി ബിരുദം കൊടുത്തോളാം. ബിരുദം കൊടുക്കാൻ ഉസ്താദന്മാരൊന്നും വരില്ല, ഞങ്ങളെ ഉണ്ടാവുള്ളൂ. ആ ബിരുദം കൊടുക്കാൻ അത്ര തന്നെ വേണ്ടുള്ളൂ. എനിക്കേതായാലും കിട്ടാത്ത ഞാനും കൂടി അതിൽ വാങ്ങിക്കോളാം. അപ്പൊ ആ ബിരുദത്തിന് അത്ര തന്നെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാക്കി കൊടുത്തേക്ക്. ഞങ്ങൾ പറഞ്ഞപ്പോ ഇപ്പോഴും ആ പാവം സക്കാഫിമാർക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഞങ്ങളും കാന്തപുരവും തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ പറഞ്ഞ മൂപ്പർക്ക് വിശ്വാസമാണ്. മൂപ്പരോട് നമ്മൾ പറഞ്ഞതാ ആ കുട്ടികളൊന്നും ശരിയില്ലട്ടോ, ബിരുദം കൊടുക്കരുത്. മൂപ്പര് കൊടുത്തില്ല. ഇവർ പോയി കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾ ഉസ്താദേ ഞങ്ങൾ ഇതിന്റെ പ്രവർത്തകരാണ്, ഞങ്ങളതാണ്. ലോകത്ത് ഇങ്ങനൊരു ഗതികേടുണ്ടാവോ മക്കളെ? സ്വന്തം അനുയായികളെ നേതാവിന് വിശ്വാസമില്ല, പുറത്തുള്ളവരെ വിശ്വാസം. ഇനിയും അത് തുടരും, ഇനിയും തുടരും. അടുത്ത മർക്കസ് സമ്മേളനത്തിന് ഇൻഷാ അല്ലാഹ് 25 മാറും. അത് അള്ളാഹു അങ്ങനെ കൂട്ടി വന്നിട്ട് അവസാനം മർക്കസ് പറയും, ഒരു സമ്മേളനത്തിൽ മർക്കസിൽ നിന്ന് പ്രഖ്യാപനം നടത്തും. ഈ പ്രാവശ്യം 250 കുട്ടികൾ പരീക്ഷ എഴുതിയെങ്കിലും 22 കുട്ടികൾക്ക് മാത്രമേ ബിരുദം കൊടുക്കാൻ യോഗ്യതയുള്ളൂ, ബാക്കിയെല്ലാം സമസ്തയെ അംഗീകരിക്കുന്നവരായി മാറിയിരിക്കുന്നു. അങ്ങനെ പറയുന്ന കാലം വിദൂരല്ല. സമ്മേളനം 1-2 കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കാലത്ത് ഒരു CM കുട്ടി സക്കാഫി ഉണ്ടായത്, ഒരു കുട്ടി സക്കാഫി. പക്ഷെ അത് മാറി. ഇന്ന് ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ് സക്കാഫി സാഹിതിമാരൊക്കെ നിരന്തരം വരികയാണ്. ഓരോരുത്തർ വരുമ്പം ഓരോരുത്തർക്ക് വിഷമാണ്. വിഷമിച്ചിട്ട് കാര്യമില്ല മക്കളെ, പോരാൻ പറ്റും കൂടെ പോന്നോളി. ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലാണ്, അതിനകത്ത് കയറണ്ട. ഇപ്പോഴതാണ് അവസ്ഥ. ഇപ്പൊ അവിടെ അവസാനം എന്താ തീരുമാനിച്ചു? നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ആത്മീയത ഒരൊറ്റ നേതൃത്വത്തിന്റെ കീഴിലാക്കുമെന്നാ പറഞ്ഞത്. അതിന്റെ ശേഷം പറയുന്നുണ്ട്, സിറാജിന്റെ കയ്യിലുണ്ട്, അതിൽ പറയുന്നുണ്ട് എന്ത്? മതവിദ്യാഭ്യാസം ജീവിതം കൂടി പഠിപ്പിക്കുന്നതാക്കും. അപ്പൊ ഇതുവരെ ഇവർ പിന്നെ എന്താ പഠിപ്പിച്ചത്? അപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ ശരിയാണ്, മതവിദ്യാഭ്യാസം ജീവിതം കൂടി പഠിപ്പിക്കുന്ന രൂപത്തിലാക്കും. അപ്പൊ മതവിദ്യാഭ്യാസം ജീവിതം പഠിപ്പിക്കുന്നതല്ലേ നിങ്ങൾ കൊടുത്തത്? എന്നാ പിന്നെ പിരിച്ചു വിട്ടൂടെ? വേറെ പണി നോക്കിക്കൂടെ ചങ്ങായിമാരെ? അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ വിമർശിച്ചിട്ട് പറഞ്ഞ ആളുകൾ അവസാനം ഇവിടെ എത്തി നിൽക്കുന്നു. ഈ സുദൈസിയെ അയാൾ ശക്തനായ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞു നടന്നു. മർക്കസിന് ശിലാസ്ഥാപനം ചെയ്ത മാലിക് വഫാത്തായപ്പോ സൗദി അറേബ്യയിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കാത്ത, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാത്ത ഒരാള് മാത്രമേ ഉള്ളൂ എന്ന് പലരോടും ഇവർ പ്രസംഗിച്ചു നടന്നു. ആ പ്രസംഗം നടത്തിയത് ഈ സുദൈസിയെ കുറിച്ചായിരുന്നു. ഇപ്പൊ സുദൈസി സുന്നിയാണത്ര. കേട്ടോളൂ ബാക്കി. അക്ബർ സാരി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം. മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത് റിയാസത്തുൽ അമ്മ ലിശുഊനിൽ ഹറമൈൻ ശരീഫൈൻ എന്ന ഓഫീസിൽ ആ മീറ്റിംഗിന് വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ശൈഖുന ആലോചിക്കുകയാണ്, എന്തായിരിക്കും കൂടിക്കാഴ്ചയിൽ അവരെ ഇങ്ങോട്ട് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയണം? ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ ചെന്ന് ശൈഖ് സുദൈസ് സ്വീകരിച്ചിരുത്തി, നിങ്ങൾക്കറിയാമോ ചർച്ച ചെയ്യുന്നതെന്താണ് എന്ന്? ലോകത്ത് മദ്ഹബുകൾ പണ്ടുകാലം മുതലേ ഉള്ളതാണ് എന്നും ഞങ്ങളൊക്കെ മദ്ഹബ് മുറുകെ പിടിക്കുന്നവരാണ് എന്നും ശൈഖ് സുദൈസ് പറയുന്നു. ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ ശാഫിഈ മദ്ഹബ് മുറുകെ പിടിക്കുന്നവരാണെന്ന് മാത്രമല്ല, ശാഫിഈ മദ്ഹബ് മുറുകെ പിടിക്കണം എന്ന് നാട്ടുകാരെ ശക്തമായി പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ട് ശൈഖ് സുദൈസ്, നിങ്ങളോട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഹറമൈനിയുടെ കാര്യങ്ങൾ അങ്ങയുടെ കൈകളിലാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാരിൽ ഇങ്ങനെ പറഞ്ഞ് ഷെയ്ഖ് സുദൈസിയുടെ മദ്ഹ് പറയാണ്. മദ്ഹ് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോയി. ഇത്രയും കാലം ബിദ്അത്തുകാരനാണെന്ന് ഇവർ തന്നെ പ്രചരിപ്പിച്ച വഹാബിയാണ്, മുജാഹിദാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയവർ തന്നെ ഇപ്പൊ വിളിച്ചു പറയാണ് അദ്ദേഹം സുന്നിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വാദപ്രകാരം, അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള നമ്മളടക്കമുള്ള ആ സുന്നികളുടെ വിചാരങ്ങളെയും വിശ്വാസത്തെയും എല്ലാം, നമ്മുടെ കർമ്മങ്ങളെയും എല്ലാം അയാൾ വിശ്വസിക്കുന്നത് ബിദ്അത്തായിട്ടാണ്, പലതിനെയും ശിർക്കായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ ശിർക്കുകാരനായിട്ട് എന്താക്കുകയാണ് ഇയാളെ കൊണ്ടുവരിക? ചിന്തിച്ചു നോക്കൂ. സുദൈസി അറിഞ്ഞാൽ ഇവരെ വെറുതെ വിടോ? AP എന്താ പറയുന്നത്? ഈ ചുള്ളിക്കോടും APയും പറയുന്നത് സുദൈസി മുശ്രിക്കാണെന്നാ.
വെറുതെ വിടുവരെ. ഇനി അടുത്ത പ്രാവശ്യം പോയോക്ക്, ഈ പ്രസംഗം അവിടെ കൊണ്ടുകൊടുത്താൽ മതി, ഞാൻ പ്രസംഗിച്ചത് എന്നാ ശരിയാക്കി തരാം. ഷെയ്ഖ് സുദൈസി മുശ്രിക്കാണ്, അഥവാ ഇസ്തിഹാസ ചെയ്ത ശിർക്കാണെന്നാണ് സുദൈസ് പറയുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബിനെതിരെ പുസ്തകം എഴുതിയ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അവിടെ പോയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന വ്യക്തിയെ എന്തിന് നിങ്ങൾ കൈപിടിച്ചു കൊണ്ടുവന്നു? അറിയണം ഈ സമുദായത്തിന്, അറിയണം ഈ സമൂഹത്തിന്. എന്തിനായി നിങ്ങൾ ഈ പ്രസംഗിച്ചതിന് ശേഷം? അപ്പൊ മൂപ്പരെ കൈ തൊട്ടാൽ ഉടനെ എല്ലാവരും മാറുത്രേ. എന്നാ പിന്നെ എന്തേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? അത്ര വലിയ കൈയാണെങ്കിൽ ഞങ്ങൾ എന്തേ ഇങ്ങോട്ട് പോന്നു? അപ്പൊ പിന്നെ പേരോട് പറയും പേടായതാണോ അതൊക്കെ? അതിന് കുറച്ച് അക്ഷരം ഒഴിവാക്കി നിങ്ങളെ പേര് തന്നെ ഉണ്ടത്. മൂപ്പരെങ്ങനെ പറയാ? പേടാണ്. കുറെ കാലം പറഞ്ഞു പേടാണ് പേടാണ്. ഇവിടെ വന്ന ഒരുപാട് പണ്ഡിതന്മാർ ഇനി എന്നെ വിട്ടേക്ക്, ഞാൻ നിങ്ങളെ മധ്യസ്ഥനല്ലേ, അതുകൊണ്ട് മോശം തന്നെ ആയിരിക്കും. ഞാൻ നിങ്ങളെ സംവാദത്തിലെ മധ്യസ്ഥനും സംവാദം നിയന്ത്രിക്കുകയും സംഘടനയുടെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ മോശമാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ വിട്, മറ്റു പണ്ഡിതന്മാരെ നിങ്ങൾക്ക് എന്തു പറയാൻ കഴിയും? അക്ബർ സഅദി ആവട്ടെ, ഇസ്മായിൽ സക്കാഫി ആവട്ടെ, ഹസൻ സക്കാഫി ആവട്ടെ, സീയൻകുട്ടി സക്കാഫി ആവട്ടെ, ഇങ്ങനെ വന്ന ഇവിടെ ഇപ്പൊ പ്രസംഗിച്ചു പോയ സഅദി ഉസ്താദ് ആവട്ടെ, ഇവരൊക്കെ പേടാണ്. എന്നാൽ ഞാനൊന്ന് കേൾപ്പിക്കട്ടെ കൂട്ടുകാരാ, കേട്ടോളൂ. നിങ്ങളുടെ സംഘടന ഉണ്ടാക്കിയിട്ട് കാലങ്ങൾ എത്രയായി? ലോക പണ്ഡിത സഭയിലേക്ക് പോകാൻ പേടെന്ന് പറഞ്ഞ പേരോടിന് കഴിഞ്ഞിട്ടുണ്ടോ? പറയൂ. എന്നാൽ ഇന്നീ സദസ്സിലെത്താൻ പോകുന്ന ഡോക്ടർ സലീം നദ്വി വെളിയമ്പ്ര ഇന്നലെ മിനിയാന്ന് റാബിത്തയുടെ സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച് തിരിച്ചു വന്നിരിക്കുന്നു ഇവിടേക്ക്. ഇത് പേടാണോ അല്ല പേരോടാണോ? പറയൂ. ഇതുവരെ പേരോട് പിരിവിനല്ലാതെ ഒരു അറബിന് മുമ്പ് പോയിട്ടുണ്ടോ? പ്രബന്ധോ? മൂപ്പർക്ക് എന്ത് പ്രബന്ധം? ബലൂണ് കെട്ടി പ്രബന്ധം മൂപ്പര് ആകാശത്തിലൂടെ പറത്താന്നല്ലാതെ എന്തിനു പറ്റും നിങ്ങളെ? എന്നിട്ട് അദ്ദേഹത്തെ നമുക്ക് ഇന്നിവിടെ കാണാം. സലീം നദ്വി ഇങ്ങനെ വന്ന ആളുകളെ കുറിച്ചാ പറയുന്നത് പേടാണ് പേടാണ്. അങ്ങനെ മൂപ്പര് സ്ഥിരം പേടാണ് പേടാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ പറയായിരുന്നു എന്തുകൊണ്ടാ? ഞങ്ങൾ പറഞ്ഞാൽ പറയൂ, പണ്ട് അവിടെ ഉണ്ടായവരല്ലേ നിങ്ങൾ വിരോധം തീർക്കുകയാണ്. ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ നല്ല ജ്യൂസ് വാങ്ങിച്ചു. ഏതുപോലെ നമ്മളെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ എല്ലാവരെയും, ആ കുട്ടി എല്ലാവരെയും ചീത്ത വിളിക്കും. ഒരാളെ ചീത്ത വിളിച്ചപ്പോൾ അയാൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ കുട്ടിക്ക് തോന്നി ചീത്ത വിളിച്ച ജ്യൂസ് കിട്ടും. തൊട്ടപ്പുറത്ത് നല്ല പാന്റും മിസൈഡും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു മല്ലനിരിക്കുന്നു. അയാളെ പോയി നന്നായി കിട്ടും എന്നുള്ളതിൽ വിളിച്ചു. അയാളെ നന്നായിട്ട് കിട്ടി. അയാളെ നന്നായി കിട്ടി. അപ്പൊ മറ്റയാൾ പറഞ്ഞു, കണ്ടില്ലേ ജ്യൂസ് വാങ്ങിക്കൊടുത്തതിന്റെ ഫലം കണ്ടില്ലേ ഇപ്പൊ അവിടെ? കാരണം എന്താ? ഞങ്ങൾ പണ്ട് ഒന്നിച്ചുണ്ടായവരാണ്. ഞങ്ങളത് ചെയ്ത മോശമാണ്, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ മോശം, അതുകൊണ്ട് ഞങ്ങളും ഉണ്ടാതിരുന്നു. അപ്പൊ പേരോട് കരുതി എല്ലാവരും ഇങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് മൂപ്പര് കരുതി. പോലീസിനോടും പറയേണ്ടത് ഇങ്ങനെ, ചെറിയ പെൺകുട്ടികളോടും പറയേണ്ടത് ഇങ്ങനെ, ചാനലുകാരോടും പറയേണ്ടത് ഇങ്ങനെ. അതാ വരുന്നു പിന്നാലെ പോലീസ് ചൈൽഡ് ലൈനെ വരെന്നെ പിടിച്ചു കൊണ്ടുപോവന്നെ. സായിച്ചേക്ക് ഉസ്താദെ, ബുദ്ധി നിങ്ങൾക്കില്ല എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷെ ജനങ്ങൾ പറയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സുദൈസിയെ പിടിച്ച് സുന്നിയാക്കി കൊണ്ടുവന്ന ചുള്ളിക്കോട് സക്കാഫി, എന്നാൽ ചുള്ളിക്കോട് സക്കാഫി അടക്കമുള്ള കാന്തപുരത്തിന്റെ വിഭാഗത്തിലെ കേരളത്തിലെ പ്രഗത്ഭരെന്ന് പറയുന്ന പണ്ഡിതന്മാരും പ്രമുഖരും ഈ വാദത്തിന് മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങളുണ്ടാക്കിയ സമസ്ത ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടയാണെന്ന് പറയുന്ന ദൈവബന്ധിസത്തിന്റെ കേരളത്തിലെ പ്രചാരകനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുതൽ ഇങ്ങോട്ട് താഴോട്ടും മേലോട്ടുള്ള സർവ്വ നേതാക്കളും ഇതൊന്ന് കേട്ടിട്ട് മറുപടി പറയൂ. അറബി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ അടുത്ത ദിവസം ഷെയ്ഖ് സുദൈസ് നടത്തിയ പ്രഭാഷണമാണ് ഞാനിവിടെ ഇടാൻ പോകുന്നത്. പറയണം നിങ്ങൾ, ഈ ഷെയ്ഖ് സുദൈസ് മദ്ഹബവാദിയായ സുന്നിയാണ്, മഹാനാണ്, പണ്ഡിതനാണ്, കേരളത്തിലെ പ്രഗത്ഭരെ പോലെ മഹാനാണെന്ന് പറഞ്ഞ, സുന്നിയാണെന്ന് പറഞ്ഞ നിങ്ങളുടെ വാദമുഖങ്ങളെ ഷെയ്ഖ് സുദൈസ് തന്നെ ഇതാ പൊളിച്ചടക്കുകയാണ്. കേട്ടോളൂ അദ്ദേഹത്തിന്റെ ശബ്ദം. وفي معارج القبول ترقى. إخوة الإسلام، ومن فضل الله على هذا المنهج السلفي الصحيح أن كتب الله له البقاء والانتشار، بينما تعيش كثير من الشعارات والدعوات العثار والاندثار. ولقد تفيأت بلادنا المباركة، بلاد الحرمين الشريفين، في تاريخها الإسلامي المشرق عقيدة سلفية ودعوة إصلاحية تجديد. ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാതെ നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. പിന്നെ പൊന്മുളക്കും പേരോടിനും വേണമെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. പേരോടിന്റെ ഇൽമ എനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞോളൂ. أسفرت عن التمكين المكين لهذا الدين المتين.
بعد المراغمة مع جحافل الزيغ والباطل التي اندحرت بفضل الله فليلة العرنين. وكان من هذه الدعوات المباركات الطيبات الزاكيات دعوة الإمام المجدد إمام الدعوة الشيخ محمد بن عبد الوهاب رحمه الله. ആരെപ്പറ്റിയാ പറഞ്ഞത്? AP അബൂബക്കർ മുസ്ലിയാർ റഹിമഹുല്ലാഹ് എന്നല്ല പറഞ്ഞത്. കേൾക്കണം SSFന്റെ പ്രവർത്തകർ, എന്റെ ശബ്ദം ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട SSFകാരാ, കൂട്ടുകാരാ, നിനക്ക് എന്നോട് വിരോധമുണ്ടാവാം, ഒരുപക്ഷെ സംസ്ഥയോട് വിരോധമുണ്ടാവാം, ഒരുപക്ഷെ ഞങ്ങളോടൊക്കെ നിങ്ങൾക്ക് വിരോധമുണ്ടാവാം. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ളവ കേൾക്കുമ്പോ ഞങ്ങൾക്കും വിരോധമുണ്ടായിരുന്നു, എനിക്കുമുണ്ടായിരുന്നു വിരോധം. പക്ഷേ വീട്ടിലൊറ്റക്കിരുന്ന് ആലോചിക്കാൻ പറ്റുന്ന സമയം വന്നപ്പോ, വികാരപ്പെടലുകൾക്ക് പകരം വിചാരപ്പെടാൻ നിമിഷങ്ങൾ കിട്ടിയപ്പോ എനിക്കും ബോധ്യപ്പെട്ടു, ഞാൻ എന്റെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന അസ്ത്രങ്ങളായി വന്ന ഹമീദ് ഫൈസിയുടെയും സമസ്ത പണ്ഡിതന്മാരുടെയും നമ്മുടെ പ്രവർത്തകരുടെയും പ്രഭാഷണങ്ങളിലെ സത്യത്തിന്റെ സ്വാധലിമയെ തിരിച്ചറിയാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇത് നീ കേൾക്കണം. ഇത് കേട്ടിട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഞാൻ ചെവി പൂട്ടിവെച്ച് ചെവിക്കുള്ളിലേക്ക് ഈയമൊടുക്കി വെച്ച്, അല്ലെങ്കിൽ SSFന്റെ പതാകയും ചെവിക്കുള്ളിൽ തിരികെ വെച്ച് മുന്നിൽ തേങ്ങയും പിടിച്ചിരുന്നത് കൊണ്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഗതികേടിന് പകരം ഇത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇതൊന്ന് പൂർണ്ണമായി കേട്ടോളൂ. طيب تراه قد قام في الدنيا مقام هداية يدعو إلى التوحيد والإيمان وأضاء نورا لم يزل متألقا يهدي به لله كل أواني. لقد كانت دعوة الإمام محمد بن عبد الوهاب رحمه الله دعوة تجديدية لمن درس من معالم الملة والدين، تصحيحية لما فسد من معتقدات بعض المسلمين، حاربت البدع والخرافات والآراء الشاذة والضلال. എന്താ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെ പറ്റി തന്നെ പറഞ്ഞത്. വാക്യച്ചോളൂ. لم تكن دعوة إلى دين جديد ولا إلى مذهب خامس، بل ترسمت هدي سيد الأنبياء والصحابة الأصفياء والتابعين الأوفياء في العمل بالكتاب والسنة، وهي بريئة كل البراء عن مباءات التكفير ومنهج الخوارج الخطير. ومع ذلك لقيت هذه الدعوة الإصلاحية من المزاعم والافتراءات والتشويه والشائعات الغفير والكثير. ومع أننا في زمن المعلومة الصحيحة وإمكان معرفة الحق والحقيقة إلا أن وصمها ولن. ഒരുപാടുണ്ട്. ഇത് കേട്ടിട്ട് എന്റെ സദസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ഇന്ററാക്ഷനുള്ള ക്ലാസ് തന്നെയാണ്, പരസ്പരം നമുക്ക് സംസാരിക്കാം, ഇന്ററാക്റ്റീവായിട്ട് തന്നെ പെരുമാറാം. ഇത് സുന്നിയാണെന്ന് ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിയോ? ഈ സുന്നി എന്താ വിളിക്ക? ഈ സുന്നി വഹാബി. ഇയാള് സുന്നി എന്ന് പറയുന്ന ആളെ കുറിച്ച് എന്താ പറയേണ്ടി വരിക? അതുകൊണ്ടാ പാഠപുസ്തകത്തിൽ നിന്ന് മുജാഹിദ് ജമാഅത്ത് എന്നുള്ള മാത്രം മാറ്റിയത്. ഇങ്ങനെയൊക്കെ പലതിനെയും കാലാകാലങ്ങൾ ചേർക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുറിഞ്ഞുപോയി എന്ന് പറയുന്നവർ വരുമ്പോ അവരെയും പെടുത്തേണ്ടി വരും. ഇതാണ്, ഇത് കേട്ടില്ലേ? എന്നാൽ ഇതിങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആദ്യം പ്രസംഗിച്ചതാരാ? ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. ഈ എന്റെ പ്രസംഗം ഇപ്പോൾ ഇരുന്ന് ഹുസൈൻ സഖാഫി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അയാൾ കേൾക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ കേൾക്കും, ഉറപ്പാ, ഒരു സംശയമില്ല. അയാൾ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളൊരു പുതിയ ക്ലിപ്പ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്, അത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ. അതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും അത് പുതിയത്. ഞങ്ങൾ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹത്തെ അറിയിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഇരിക്കുന്നുണ്ടാവും. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനുമായ ജിഷാൻ മാഹിയും ഇതിരുന്ന് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം കേൾക്കുമ്പോ അദ്ദേഹത്തോടൊപ്പം സമൂഹം ഇത് കേൾക്കും എന്ന് ഞാൻ ഉണർത്തുകയാണ്. ശ്രദ്ധിക്കുക, ആ ഗേറ്റിന്റെ മുന്നിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് ഡ്രൈവർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ആ വണ്ടി പെട്ടെന്ന് എടുത്ത് മാറ്റണം. ആളുകൾക്ക് നഗരിയിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ വണ്ടി പെട്ടെന്ന് എടുത്ത് മാറ്റണം. അവിടെ
ഗേറ്റിനടുത്ത് പാർക്ക് ചെയ്ത വണ്ടി ഏതാണോ ആ ഓർമ്മ ഉണ്ടാവുമല്ലോ ഡ്രൈവർക്ക്. നമ്മളെ വണ്ടിയല്ലല്ലോ, ഡ്രൈവറും ക്ലീനറൊക്കെ ഇവിടെ തന്നെ ഉള്ളത്. അതുകൊണ്ട് വെച്ചു KL 65B 56 ഏതായാലും നമ്മളെ വണ്ടിയല്ല. അപ്പോ ഹുസൈൻ സക്കാഫി തുള്ളിക്കോട് ഇയാള് സുന്നിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ജിഷാനും അൻസാർ മാസ്റ്ററും കൂടി ഒരു ദിവസം തീരുമാനിച്ചു, എന്നാ പിന്നെ ഇനി ഇപ്പൊ ഇയാളെന്താന്നൊന്ന് ചോദിക്കണമല്ലോ. ഈ ഓഡിയോ ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഹുസൈൻ സക്കാഫിയെ വിളിക്കാൻ തീരുമാനിച്ചു. പിന്നെ വിളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ പണി ഏൽപ്പിക്കാറുള്ള സാധാരണ ജിഷാൻ മാഹിനാണ്. ജിഷാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴുള്ള മറുപടി, ആ കാന്തപുരം വിഭാഗത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഫസറായ, നിങ്ങൾ ഇനി എന്തോ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞ അതിന്റെ ഏറ്റവും വലിയ ആളാക്കേണ്ട ആളാണ്. ആ മനുഷ്യന്റെ ഇന്നത്തെ ഗതികെട്ട ഉത്തരം മുട്ടിയ അവസ്ഥ നിങ്ങളിതാ കേൾക്കാൻ പോവാണ്. ചുള്ളിക്കോടും ജിഷാനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം. ഈ വിഷയത്തിൽ സുദേശിന് ഇങ്ങനെയൊക്കെ പ്രസംഗവും വാദമൊക്കെ ഉണ്ടെങ്കിലോ ഉസ്താദെ, എന്ത് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, അപ്പൊ നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ നീണ്ടിരിക്കുന്ന ക്ലിപ്പാണ്. അത് പൂർണ്ണമായി തന്നെ ഇടപെട്ടേ പറ്റൂ. കാരണം കേരളത്തിലെ കാന്തപുരം വിഭാഗം എത്തി നിൽക്കുന്ന ഒരു സിക്റിലേക്ക് അവർ ചുരുങ്ങിയിരിക്കുന്നു. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. ആ സിക്ർ എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാം. വന്നിട്ടുള്ളൂ. വീട്ടിലായിരിക്കില്ലേ? പിന്നെ ഉസ്താദ് ഒരു പ്രസംഗത്തില് ഞാനിങ്ങനെ കേട്ടു, അബ്ദുറഹ്മാൻ സുദൈസിയെ പറ്റി അദ്ദേഹം ഒരു നല്ല സുന്നിയായ ആളായിട്ട് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ 100% ഉള്ള ആളാന്നുള്ള ഉറച്ച വിശ്വാസം സ്റ്റാർട്ടിങ് മുതലിട്ട് ഇല്ലെങ്കിൽ നാളെ പറയാ വേറെ ആളാണ്. അറുപതാള് കോഴിക്കോട് വന്നു എന്ന് പറഞ്ഞപ്പോ 58 പറഞ്ഞെടുക്കുന്ന ചുള്ളിക്കോട് ഉസ്താദ് വീട്ടിലായിരിക്കില്ലേ? പിന്നെ ഉസ്താദ് ഒരു പ്രസംഗത്തില് ഞാനിങ്ങനെ കേട്ടു, അബ്ദുറഹ്മാൻ സുദൈസിയെ പറ്റി അദ്ദേഹം ഒരു നല്ല സുന്നിയായ ആളായിട്ട് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ 100% ഉള്ള ആളാന്നുള്ള ഉറച്ച വിശ്വാസം ചുള്ളിക്കൊടുക്കാനുണ്ടോ? ഞാൻ നിങ്ങളോട് അത്തരം വിഷയങ്ങളൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഉസ്താദ് കരസ്ഥമായി പ്രസംഗിച്ച ഒരു വിഷയം ഞാൻ കേട്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതാണ്. അല്ല, ചോദിച്ചതിന് മറുപടി പറയല് ഒരു നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മാന്യമായ ചോദ്യത്തിന് മാന്യമായും അത് അതപ്പോ അയാൾ സുന്നിയായിട്ട് പ്രഖ്യാപിച്ചോ? അപ്പൊ ഏതായാലും ഉത്തരം പറയാൻ പറ്റാതെ ഒളിച്ചോടുന്നൊരു സ്വഭാവം നല്ലതാണ് ഉസ്താദെ. അദ്ദേഹം മൗലിദിനെ എതിർത്തിട്ടും അതുപോലെ തന്നെ പിന്നെ ഈ ഇസ്തിഗാസ ശിർക്കാണെന്നൊക്കെ ഇതാക്കി ഒരുപാട് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ സൈറ്റിൽ കാണുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ സമൂഹത്തെ ഇനിയും കബളിപ്പിക്കുന്ന എന്തിനാണ്? കാന്തപുരം അദ്ദേഹത്തെ കണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ സുന്നിയാക്കണോ? അല്ല, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം എന്റെ മുമ്പെന്ന് പറയാം. നാളെ റബ്ബിന്റെ ഒരു കോടതി വരുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉസ്താദിനും ഉണ്ടാവലും നല്ലതായിരിക്കും. ഏതായാലും ഉസ്താദ് പ്രസംഗിച്ചത് കൊണ്ട് ഞങ്ങൾ പരിശോധിച്ച സമയത്ത് വ്യക്തമായി അദ്ദേഹം സുന്നത്തി ജമാഅത്തിന്റെ കടുത്ത വിരോധിയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആയിക്കോട്ടെ, ഞാനീ പറഞ്ഞത് നിങ്ങൾ ഏതായാലും ഔദു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഉസ്താദ് ഒന്ന് പരിശോധിച്ചിട്ട് വെബ്സൈറ്റിലും അദ്ദേഹത്തിന്റെ പിന്നെ ഓഡിയോവും അതുപോലെ തന്നെ പ്രസംഗത്തിന്റെ ടെക്സ്റ്റുകളൊക്കെ പിന്നെ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് തിരുത്തിയിട്ട് പ്രസംഗിക്കോ? ഞാൻ ഉസ്താദ് ചോദിക്കട്ടെ, ഇതൊരു നാണക്കേടാണ്. മർക്കസിലെ വൈസ് പ്രിൻസിപ്പളായി അറിയപ്പെടുന്ന ഒരാള് ചോദ്യത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒളിച്ചോടുന്നത് ശരിയാണോ? എല്ലാ ഇതൊക്കെ അള്ളാന്റെ കോടതിയിൽ ഇപ്പൊ ജനങ്ങളെ ഈ സാധു ജനങ്ങൾക്ക് കബളിപ്പിക്കാം. പക്ഷെ നിങ്ങളിപ്പോ എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ മിസറിൽ പോയിട്ട് ഫിറോനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം സുന്നിയാണെന്ന് പ്രഖ്യാപിക്കോളി. എനിക്കതാ ബേജാറാണ്.
ഇടയ്ക്ക് ചിരിയും വരുന്നുണ്ടല്ലോ ഉസ്താദെ. നന്നായി ഉസ്താദ്. പക്ഷെ എനിക്ക് വളരെ ഇതുണ്ട്, കാരണം മുമ്പൊക്കെ എന്തെങ്കിലും നേരെ ചൊവ്വ സംസാരിക്കുമായിരുന്നു നിങ്ങള്. പക്ഷെ ഇപ്പൊ നിങ്ങളെ ഈ ഒളിച്ചോട്ടം വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒന്ന് പരിശോധിച്ചു നോക്കി. ഏതായാലും ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിക്കാത്ത പാവപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ മാതിരിയുള്ള ഒരാളെന്നല്ലല്ലോ ചുള്ളിക്കൂട് ഉസ്താദ്. അതുകൊണ്ട് സുദേശി നിങ്ങൾക്ക് ഞാൻ വേണേ ഇമെയിൽ ചെയ്തു തരാം. അദ്ദേഹം പ്രസംഗിച്ച ഭാഗങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. സമൂഹത്തെ ദയവായിട്ട് ഇനി കബളിപ്പിക്കരുത്. ഈ മുസ്ലിം ഉമ്മത്തിനെ ഇനി നിങ്ങൾ ദയവ് ചെയ്തിട്ട് കബളിപ്പിക്കരുതെന്ന് വിനീതമായി പറയാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾ, നിങ്ങളറിയോ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടിപ്പോ സുദേശി സുന്നിയാണെന്ന് എപിക്കാരായ ഒരുപാട് SSFകാരും SYSകാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണത്തിന്റെ ഗൗരവ ഉസ്താദ് മനസ്സിലാക്കോ. കാരണം അയാളെ വാദപ്രകാരം ഇസ്തിഗാസ ശിർക്കാണെന്നാണ്. അപ്പോ മുശിരിക്കായി ചുള്ളിക്കോട് ഉസ്താദ് അയാളെ ചിത്രീകരിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ലേ. അതുകൊണ്ട് പിന്നെ മദ്ഹബിന്റെ വിഷയം പറഞ്ഞ ഉസ്താദ് ജനങ്ങളെ കബളിപ്പിക്കേണ്ടിയില്ല. കാരണം ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു തൈമിയൊക്കെ ഹംബലി മദ്ഹബ് സ്വീകരിച്ച ആളുകളാണ്. അതുകൊണ്ട് ഇബ്നു തൈമി ഇപ്പൊ സുന്നിയാണെന്ന് ചുള്ളിക്കോട് ഉസ്താദ് പ്രഖ്യാപിക്കോ? ഇതിപ്പോ എത്ര ശൈത്താൻ റജീം പറഞ്ഞാലും ഫോണ് വെച്ച് കഴിഞ്ഞാല് മനസ്സിന്റെ ഉള്ളിൽ ഉള്ളൊരു ചിന്ത വെച്ച് നിങ്ങൾ ചിന്തിച്ചോ, പറഞ്ഞതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ദുനിയാവിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സുന്നത്തെ മാറ്റിനെ ദയവേറ്റ് ഇങ്ങനെ വളച്ചൊടിക്കരുതെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. അതെ, നമ്മൾ ജീവിക്കാൻ എന്ത് വേണം? നമുക്ക് പണം വേണം. പക്ഷെ പണത്തിന് വേണ്ടി നമ്മൾ സുന്നി പറയുന്നൊരു സാഹചര്യം ഉണ്ടായാലും വേദനയുള്ള കാര്യമാണ്. അപ്പൊ ഞാനീ പറഞ്ഞല്ലാണ്ട് വേറെ ആരും ചോദിച്ചെങ്കിൽ മറുപടി പറയോ? അപ്പൊ ചുള്ളിക്കോടുത്താതിന് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മറുപടി പറയാൻ മാത്രമുള്ള ത്രാണി ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഏതായാലും ഉസ്താദ് ഒന്ന് നെഞ്ഞത്ത് കൈവച്ചിട്ട് ഏതായാലും ഒന്ന് ചിന്തിച്ചു നോക്ക്. പറഞ്ഞതിലെന്തെങ്കിലും വല്ല കാര്യമുണ്ടോ? അശ്വരിയാക്കളെ പറ്റി വളരെ മോശമായിട്ട് അദ്ദേഹം സംസാരിച്ച ഓഡിയോവും അതുപോലെ തന്നെ അതിന്റെ രേഖകളും ഇന്റർനെറ്റിൽ ഇപ്പോഴും ലഭ്യമാണ്. ഏതായാലും ഉസ്താദ് ഇനിയും ഈ പാവപ്പെട്ട ഈ പിന്നെ നിങ്ങളെ അണികളെ ഇങ്ങനെ കബളിപ്പിക്കരുതെന്ന് വിനീതമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. കാരണം ഇത്ര പച്ചയായിട്ട് മുമ്പത്തെ കാലത്തൊന്നും ഇതൊന്നും രേഖകളായിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല, ലഭ്യമായിരുന്നില്ല. നിങ്ങളൊക്കെ പറഞ്ഞ അണ്ണാക്ക് തൊടാതെ വീഴുന്നില്ല, വേറെ നിവൃത്തിയില്ല. ഇപ്പോ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്നല്ലേ. നിങ്ങളിപ്പം മൊത്തത്തില് സൗദി അറേബ്യയിലുള്ള ഫത്വ ബോർഡ് ഇപ്പം മൊത്തം AP സുന്നിയാണെന്ന് പ്രഖ്യാപിച്ചോ ഉസ്താദേ? ഇനിയിപ്പം വഹാബികളായ ഇനിയും ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സുന്നിയാക്കാണ്ടാവും അല്ലെ? സുന്നിയാകാനുള്ള മാനദണ്ഡം ഒന്നുകിൽ അധികാരം വേണം, അല്ലെ പണം വേണം, രണ്ടിലൊന്നായിരിക്കണം അല്ലെ? എന്തായാലും വളരെ ഉഷാറായിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിക്കോളും. ജനങ്ങളോട് എന്നാണ് ഖുർആന്റെ അധ്യാപനം, അത് ഓർമ്മയിൽ വെച്ചോളി. ഏതായാലും ഇൻഷാ അല്ലാഹ് അതിങ്ങനെ പറഞ്ഞോളി. കാരണം വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശൈത്താനെ നിങ്ങൾ പറഞ്ഞിട്ടെങ്കിലും ഒന്ന് പോട്ടെ. ഞാൻ മാക്സിമം ഇത് പറയിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ സ്വയം പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ ഒരു ശൈത്താൻ ഒഴിഞ്ഞു പോക്ക്. കാരണം അല്ലെങ്കിൽ ഈ ഒരു കളവ് പിന്നെ ചുള്ളിക്കൊടുത്തത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഒരു 10-25 വർഷമുണ്ടാവല്ലോ, ഒരു 33 നമുക്ക് തേക്കാം. അതുകൊണ്ട് ഞാൻ പരമാവധി പറയാം. ചായലും കുടിച്ചോ ഉസ്താദേ? 26 എന്തെങ്കിലും കടിയുണ്ടാവും പ്രതീക്ഷിക്കുന്നു. 27 ഇനി അടുത്ത വിദേശ യാത്ര എപ്പോ? നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഏതായാലും സമ്മേളനമൊക്കെ ഉഷാറാക്കണം കേട്ടോ. ഫസരജിയോട് വേറെന്തെങ്കിലും പുതിയൊരു സാധനം കൂടി കൊണ്ടുവരാൻ പറയണം വരുമോ? പക്ഷെ കൊണ്ടുവരുന്ന സാധനത്തിന് അതിന്റെ ലിപി മാറിപ്പോണ്ട് കേട്ടോ.
ഒന്നും കൂടി പറഞ്ഞു. ഏതാണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നമ്മളെ കൃഷിരാജ് സിംഗ് ആണ്, അതുകൊണ്ട് ഫൈന് വരാൻ ചാൻസ് ഉണ്ട്. 32. പിന്നെ അത്തറ് വരുത്താൻ മറക്കണ്ട, സുന്നത്താ, വെള്ളിയാഴ്ച അല്ല. 33. ഏതായാലും ഞാനൊരു ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ കൊടുത്തതിനെ പോലെ കുറച്ച് കഴിയും. ഇപ്പൊ എന്തെങ്കിലും കേട്ടത് 33 പ്രാവശ്യം അയാൾ ഔസു ചൊല്ലി ഫാത്തിഹ എന്ന് പറഞ്ഞപ്പോഴും പറ്റും. എന്താ സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഏറ്റവും വലിയ കേരളത്തിലെ മുശാവറ മെമ്പറുമായി ഇതിൽ ഫോട്ടോ കൊടുത്ത ആളാണ് ഈ പറഞ്ഞത്. ഇതുവരെ ഇതിൽ ഫോട്ടോ ഉണ്ട്. ഇതിൽ എണ്ണിയ 8ാമത്തെ 9ാമത്തെ ആളായിട്ട് എണ്ണിയത് ഈ ചുള്ളിക്കോട് സക്കാഫിയ മുശാവറ മെമ്പർ. അദ്ദേഹത്തിന്റെ മുന്നിൽ ആദർശത്തെക്കുറിച്ചൊരു ചോദ്യം വന്നപ്പോ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. എന്താദർശം? അയാൾ തന്നെ പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ പറയുന്നു, കേരളത്തിലെ കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തകരുടെ എന്ന് മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിലെ സർവരുടെയും അവസ്ഥ ഇതുപോലെ അധപതിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മളെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു സമ്മേളനത്തിൽ വെച്ച്. എന്താ സമ്മേളനത്തിൽ പറഞ്ഞത്? സത്യം തുറന്നു പറയാൻ ആരെയും ഭയമില്ലെന്ന് പൊന്മള. എന്നാ പറയട്ടെ ഉസ്താദെ, ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞ മുടി വ്യാജമാണെന്ന് പറഞ്ഞത് തുറന്നു പറയാൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് തന്റെ ഇടമുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഈ പ്രസ്താവന, സിറാജിലെ പ്രസ്താവന ഉയർത്തിപ്പിടിച്ചു പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിലെ പലരെ കുറിച്ചും ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് സമൂഹത്തോട് വിളിച്ചു പറയാൻ തന്റെ ഇടമുണ്ടോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിങ്ങൾക്ക്? രണ്ടാമത് പൊന്മള വായി തുറന്നാൽ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും. ഈ സമ്മേളനത്തിന് ഇവരിറക്കിയ റിസാലയാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു മസാലയാണെന്ന് പറയാൻ കഴിയില്ല. ഇത് ഒറിജിനൽ നിങ്ങളുടെ വാരികയാണ്. SSFന്റെ മുഖപത്രം. അതിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു അഭിമുഖം നൽകി. ഈ അഭിമുഖത്തിൽ നമ്മൾ ഇത്രയും കാലം പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യത്തെ ഈ ദശാസന്ധിയിൽ വെച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൂടി സമ്മതിക്കുന്നത് നമുക്കിവിടെ കേൾക്കാം, കാണാം. അദ്ദേഹം നടത്തിയ അഭിമുഖം, അയാള് അതിനെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും സത്യം അയാൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അയാളുടെ അഭിമുഖത്തിന്റെ ഒരു ഭാഗം ഇറങ്ങിപ്പോന്ന ശേഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ വക്കീലിനെ സമീപിച്ചപ്പോൾ, വക്കീലാരാ? അരവിന്ദാക്ഷമേനോൻ. പറയാണ്, ഇതുവരെ നമ്മുടെ നേതാക്കൾ പറഞ്ഞത് ഈ സമ്മേളനത്തിൽ പൊന്മള തുറന്നു സമ്മതിച്ചിരിക്കുന്നു. വക്കീലിനെ സമീപിച്ചപ്പോൾ 2 ഉപാധികൾ പറഞ്ഞു, 2 മാർഗങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും അഥവാ ഉള്ളാള് തങ്ങളും AP അബൂബക്കർ മുസ്ലിയാരും കൂടിയിട്ട് പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമെതിരെ കേസ് കൊടുക്കുക എന്നതാണ്. എങ്ങനെയുണ്ട്? കേസ് കൊടുക്കുക എന്നതാണ് എന്ന് അരവിന്ദാക്ഷേട്ടൻ പറഞ്ഞത്രേ. നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞതാണ്. ഈ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷമേനോൻ പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തത് എന്താണ്? ഒന്നത്. രണ്ടാമതായി പറയാണ് കൊടുക്കുക എന്നതാണ്. എന്നാൽ താജുൽ ഉലമയും AP ഉസ്താദും അതിന് തയ്യാറായില്ല. എന്താ നമ്മൾ കണ്ടത്? പോലീസ് വെറുതെ വന്നതാ? സമൻസുമായിട്ട് വെറുതെ വന്നതാണോ? ശംസുൽ ഉലമക്കെതിരെയും കണ്ണിയത്ത് ഉസ്താദിനെതിരെയും കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ, സ്റ്റേ കൊടുക്കണമെന്ന് പറഞ്ഞ, സംഘടനക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ വക്കീലിന്റെ നടപടികളെ അതുപോലെ സ്വീകരിച്ച് പാവപ്പെട്ട പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് കള്ളനെ പിടിക്കുന്ന പോലീസിനെ, കൊള്ളക്കാരനെ പിടിക്കുന്ന പോലീസിനെ, കൊലയാളികളെ പിടിക്കുന്ന പോലീസിനെ, CBI-ക്കാർക്ക് ഒപ്പം പോലും നടന്ന് വൃത്തികെട്ട രൂപത്തിലായ CBI പോലും പലപ്പോഴും ചോദ്യം ചെയ്യാൻ കാരണക്കാരനായ ഒരുപാട് കൊലപാതക കുറ്റങ്ങൾ പോലും പത്രങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനായ മനുഷ്യൻ ഈ പാവപ്പെട്ട ഉസ്താദുമാർക്കെതിരെ കേസ് കൊടുത്തു. ഈ വക്കീൽ പറഞ്ഞിട്ട്, എന്നിട്ട് മൂപ്പര് പറയാണ് വക്കീൽ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തേത് കേട്ടോളൂ. രണ്ടാമത് AP ഉസ്താദ് തയ്യാറായില്ല. മറ്റൊന്നും കൊണ്ടല്ല, അവരോടുള്ള ആദരവ് കൊണ്ട് മാത്രം. എന്ത് ചരിത്രത്തെ വ്യഭിചരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും? ഇതൊക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്തവർ പറയാണ് ഞങ്ങൾ ഇവരുള്ള ആദരവ് കൊണ്ട് മാറ്റി നിർത്തി. എന്നിട്ട് രണ്ടാമത്തെ പറയാണ്, രണ്ടാമത്തെ മാർഗം മുശാവറ കയ്യേറുക എന്നതായിരുന്നു. എന്തേ നിങ്ങളതും ചെയ്തിട്ടില്ലേ? മുശാവറ കയ്യേറുക എന്ന് പറഞ്ഞാൽ മുശാവറയിലുള്ളവരെ ഞങ്ങൾ കയ്യേറിയത്. വക്കീൽ കുറച്ച് മാന്യായിട്ടാ പറഞ്ഞത്, നിങ്ങൾ മുശാവറ പിടിച്ചെടുത്ത് പോരി, അതിന്റെ രേഖകളൊക്കെ പിടിച്ചു വന്നു. പക്ഷെ ഇവർക്കത് കേട്ട് മനസ്സിലായില്ല.
മുഷാവറ കയ്യേറാന്ന് പറഞ്ഞത് ഇവർ മനസ്സിലാക്കിയത് ഉസ്താദ്മാരെ കയ്യേറണമെന്നാ. അങ്ങനെ ശംസുലുലമയടക്കം മഹാന്മാരായ ഉസ്താദുമാരെ ഇവർ കയ്യേറാൻ വന്നു. പോലീസ് ഇടപെടേണ്ടി വന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. എന്റെ പൊന്മുള പറയാണ്, അങ്ങനെ കയ്യേറുക എന്നതായിരുന്നു. അതിനും അവർ തയ്യാറായില്ല. അനുയായികളെ കൊണ്ട് ചെയ്യിച്ചു. കോഴിക്കോടും പരിസരത്തുമുള്ള അനുയായികളെ കൊണ്ട് ചെയ്യിച്ചു. മർക്കസിലെ ആർട്സ് കോളേജിലെയും അറബിക് കോളേജിലെയും മുതിർന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോയിട്ട് ചെയ്യിച്ചു. അല്ലാന്ന് പറയൂ. അപ്പൊ പോയ ആളുകളിൽ അറിയാവുന്ന പേരെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പൊ ആ നിലയിൽ ചെയ്തവരാണ് ഇപ്പൊ ഇത് പറയുന്നത്. പിന്നീടാണ് എന്നതായിരുന്നു. അതിനും അവർ തയ്യാറായില്ല. പിന്നീടാണ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. വക്കീല് പറഞ്ഞത് ജനറൽ ബോഡി എന്ന് പറഞ്ഞ് പുതിയതുണ്ടാക്കിയാൽ മതി. എന്നിട്ട് പറയണം മൂപ്പര്. ഇതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. മൂപ്പര് മഹത്വം പറയുന്നത്. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലായി. എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു സംഘടന ഉണ്ടാക്കിയാൽ ഓക്കെ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ ഒരിക്കലും അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ദൃക്സാക്ഷിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി ഉസ്താദ്. അദ്ദേഹത്തോട് പോലും ഓക്കെ ഉസ്താദ് പറഞ്ഞ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ത്വാഹിർ സഖാഫിയോട് പറഞ്ഞത് ത്വാഹിർ സഖാഫി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് എന്ന നിങ്ങളുടെ നേതാവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഉസ്താദായ ഓക്കെ ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഞാനിതാ ഞങ്ങൾ പുതിയ കമ്മിറ്റി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ഓക്കെ ഉസ്താദിന്റെ അടുത്തേക്ക് എ പി അബൂബക്കർ മുസ്ലിയാർ പോയത്രേ. അപ്പോ ഓക്കെ ഉസ്താദല്ലേ, ചെറുശ്ശേരി ഉസ്താദിന്റെ ഉസ്താദല്ലേ, വളരെ നന്നായി കാര്യങ്ങൾ അറിയുന്ന പ്രിയപ്പെട്ട ഉസ്താദല്ലേ. അപ്പൊ ഉസ്താദിന് മനസ്സിലായി സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് ഈ വന്നിരിക്കുന്നത്. ഇനി അതിന് പറ്റുന്ന ആരാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓക്കെ ഉസ്താദ് 30 വയസ്സാണെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞു കൊടുത്തത്രേ. നിങ്ങൾ കേട്ടാൽ മതി, മനസ്സിലാവും നിങ്ങൾക്കത്. എന്നിട്ട് പറയാണ് ജനറൽ ബോഡിയുടെ മുമ്പായി പാനൽ ഉണ്ടാക്കാൻ എ പി ഉസ്താദും മറ്റും ഓക്കെ ഉസ്താദിനെ സമീപിച്ചപ്പോൾ ഓക്കെ ഉസ്താദാണ് എന്റെ പേര് നിർദ്ദേശിച്ചത്. പൊന്മളുടെ പേര് ഓക്കെ ഉസ്താദാണ് ഇത്ര പറഞ്ഞു കൊടുത്തത്. എന്തിനാ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾക്ക് പറ്റിയത് ആ സാധനാണ്, അങ്ങോട്ട് കൂട്ടിക്കോളി. ഭാവിയിൽ നിങ്ങളെ പോലെ തെറ്റിദ്ധരിച്ച് സമസ്തയിൽ പണ്ട് നിങ്ങളെ കയറ്റിയതുപോലെ ഇയാൾ ഭാവിയിൽ കയറിപ്പോണ്ട എന്ന് കരുതിയിട്ട് പറ്റിയ ഭാഗത്തേക്ക് ഓക്കെ ഉസ്താദ് തിരിച്ചു വെച്ചു. അപ്പൊ ബാക്കി പറയുന്നുണ്ട് എന്റെ പേര് നിർദ്ദേശിച്ചു. ഓക്കെ ഉസ്താദ് എന്റെ പേര് നിർദ്ദേശിച്ചു. അന്ന് എനിക്ക് 36 വയസ്സായിട്ടേ ഉള്ളൂ. ചെറുപ്പമല്ലേ എന്ന് എ പി ഉസ്താദ് ചോദിച്ചെങ്കിലും ഓക്കെ ഉസ്താദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഷാവറയിലെത്തി. അൽഹംദുലില്ലാ, നമുക്ക് സമാധാനായി. ഇല്ലെങ്കിൽ ഇയാളുടെ തെറ്റിദ്ധരിച്ച് ഈ സമൂഹത്തിന്റെ ഇടയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സമസ്തയുടെ ഉള്ളിലേക്ക് എങ്ങാനും അയാൾ കയറി വരില്ല, തീർച്ചയാണ്. പക്ഷെ വന്നാലും ചിലപ്പോ അറിയാതെ 2 കൊല്ലൊക്കെ നിൽക്കൂലേ. നിന്നാലും ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദും അതുപോലെ മഹാന്മാരായ നമ്മുടെ സ്കാനറുകളാണെന്ന് പറയാൻ പറ്റുന്ന ആത്മീയതയുള്ള പണ്ഡിതന്മാർ ഇത്തരക്കാരെ പിടിച്ചു പുറത്തേക്ക് വലിച്ചെറിയും, ഉറപ്പാണ്. എന്തായാലും ഇത്തരക്കാരുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി സംഭവം എന്തായാലും സുന്നി എന്ന് പറഞ്ഞാൽ അത് സമസ്ത തന്നെ കേട്ടോ, ഇവർക്ക് സുന്നിയില്ല, പുതിയ ജമാഅത്ത്. എന്നിട്ട് അവിടുന്ന് ഒരു പ്രഖ്യാപനമാണ്. എന്താ പ്രഖ്യാപനം? സമസ്തയുടെ എ പി വിഭാഗം എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ട് സമസ്തങ്ങളാണ്. രാഷ്ട്രീയക്കാരും മറ്റുള്ളവരൊക്കെ ഞങ്ങളെ വേണ്ടതുപോലെ കണ്ടില്ലെങ്കിൽ എല്ലാവരെയും ഞങ്ങൾ പാഠം പഠിപ്പിക്കും. നിങ്ങൾ ആരെയും പാഠം പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് ശക്തിയുള്ളത്? 25,000-ന്റെയും 30,000-ന്റെയും ഇടയിൽ പത്രമിറക്കുന്ന സിറാജ് ഇറക്കുന്ന നിങ്ങൾക്ക് എന്ത് ശക്തിയാ സമൂഹത്തിലുള്ളത്? ഒരു കീറ നോട്ടീസ് 6 ലക്ഷത്തോളം വരുന്ന പത്രത്തിന്റെ ഉടമകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സുപ്രഭാതം വിടർന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. ആ മുനിഞ്ഞു കത്തുന്ന മെഴുകുതിരിയുമായി നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. അത് ഓഫ് ചെയ്തിട്ട് പൂടിച്ചങ്ങായിമാർ നിങ്ങൾ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് അതിലുണ്ട്. പുതിയ പത്രം തുടങ്ങാൻ തീരുമാനിച്ചത്രേ. എന്നാ പൂട്ടിക്കള, 2 ദിവസം അത്രയും ലാഭം കിട്ടൂലേ നേരത്തെ പൂട്ടിയാൽ? പുതിയ പത്രം തുടങ്ങുമെന്നാ പറഞ്ഞത്. നിലവിലുള്ള ഒരാൾ പുതിയതും കൂടി തുടങ്ങും, അതും വിജയിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് ഇവര് വെല്ലുവിളിക്കാണ് ഞങ്ങൾ കാണിച്ചു തരും. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാണിച്ചു തരാനാ? മലപ്പുറം ജില്ലയിലെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മഹലിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒന്ന് മത്സരിക്കട്ടെ. ആ കമ്മിറ്റിയുടെ സമ്മതത്തോടെ അവിടെ വന്ന് സമസ്ത വേണ്ട, ഞാൻ മത്സരിക്കാം, നിങ്ങളുടെ ഗ്രൂപ്പിലെ പഴയ അംഗം. നിങ്ങളെക്കാൾ 700 വോട്ടെങ്കിലും കൂടുതൽ എനിക്കുണ്ടാവും. സാക്ഷാൽ കാന്തപുരത്തിന്റെ കാന്തപുരം മഹലിൽ വന്ന് മത്സരിക്കാം, നിങ്ങളെക്കാളും 1000-ലധികം വോട്ട് എനിക്കുണ്ടാവും. സാക്ഷാൽ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ പൊന്നാരത്ത് മഹലിൽ വന്ന് ഞാൻ മത്സരിക്കാം, ഉറപ്പാണ് 5-10 വോട്ട് നിങ്ങൾക്കുണ്ടാവും.
അല്ലാതെ എവിടെ എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു? എന്നിട്ട് ആ സമസ്ത ലോകത്തോട് പറയാണ് ഞങ്ങളെ വേണ്ടതുപോലെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വേണ്ട രൂപത്തിൽ ഇടപെടും. നിങ്ങൾ ഇടപെട്ടത് നമ്മൾ കണ്ടു. നിങ്ങൾ ഇടപെട്ടുകൊണ്ടല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ജയിച്ചത്. ഇതുപോലുള്ള വിഡിത്തങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയരുത്. ഇവിടുത്തെ സമ്മേളനത്തിൽ ഒരാൾ പറഞ്ഞു, അഥവാ എന്റെ പഴയ കാലത്ത് സാറ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പറഞ്ഞത്രേ, ഡൽഹിയിലെ AAP വിജയിപ്പിച്ചതും AP തന്നെയാണ്. എന്റെ മാഷ നിങ്ങൾ ഇവിടുന്ന് തോറ്റത് മറന്നുപോയോ? എന്നിട്ടാ ഡൽഹിയിലെ കാര്യം പറഞ്ഞു മൂപ്പര് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പറ്റിയ ചിഹ്നം അവരെ കയ്യിലുണ്ട്. അത് കിട്ടിയ അനുയായികൾക്ക് നേതാക്കളുടെ മുഖത്തടിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.